ഇവിടെ നിത്യകുർബാനയുടെ 49-ാം ദിവസം എന്ന നിലയിൽ ഈ വെള്ളിയാഴ്ച ദിവസം കർത്താവ് വെള്ളിയാഴ്ച സഹിച്ച കഷ്ടതകളുടെ ആഴം മനസ്സിലാക്കി കർത്താവ് കഷ്ടത്തിൻ്റെ രക്തത്തിലൂടെ തൻ്റെ കഷ്ടാനുഭവങ്ങളിലൂടെ നമുക്ക് നേടിത്തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ 100% കൈപ്പറ്റിയോ എന്ന് പരിശോധിക്കാൻ ഈ വെള്ളിയാഴ്ച ദിവസം കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളിലെ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ കണ്ടെത്തി അതുമായി താതാത്മ്യപ്പെടുവാൻ ചില പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയാണ്. കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചു, മരിച്ചു, സ്വകാരണം ചെയ്തു നമ്മൾ വിശ്വാസ പ്രമാണത്തിലേക്ക് പറയുന്നു. പക്ഷേ കർത്താവിൻ്റെ കഷ്ടതയുടെ ആഴങ്ങളോ അതിൻ്റെ വിശദീകരണങ്ങളോ വേദോസത്തിൽ മുഴുവൻ എഴുതിയിട്ടില്ല. കർത്താവിൻ്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടുള്ള വിശുദ്ധന്മാരൊക്കെ വളരെ ജിജ്ഞാസയോടെ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവ് നീ എനിക്ക് വേണ്ടി എങ്ങനെയെല്ലാം എന്തെല്ലാം വേദനകൾ സഹിച്ചു, ഇതെല്ലാം എഴുതിയിട്ടില്ലല്ലോ, അതൊന്ന് വെളിപ്പെടുത്തി തരാമോ എന്ന് ചോദിച്ചപ്പോൾ പല വിശുദ്ധന്മാർക്ക് ശുദ്ധിമതികൾക്കും കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ വിശദീകരണങ്ങൾ കർത്താവ് കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതും കൂടി ഒന്ന് അറിയുകയാണെങ്കിൽ നമുക്ക് നമ്മൾ വഹിക്കേണ്ടിയിരുന്നത് കർത്താവ് വഹിച്ചല്ലോ, നമ്മുടെ പാപോ ശാപോ യേശുവിൻ്റെ മേലാക്കിയിട്ട് അവൻ നമുക്ക് വേണ്ടി എന്തെല്ലാം സഹിച്ചു എന്നുള്ളതായ ബോധം നമ്മുടെ അടിമനസ് വരുത്തില്ലാമെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കുന്ന അവസ്ഥയിൽ വളരാൻ സാധിക്കും എന്നുള്ള ബോധ്യത്തോടുകൂടെ നാളത്തെ നമ്മുടെ 50-ാമത്തെ വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധ ആത്മ അഭിഷേകം ലഭിക്കുന്നതിന്, അഭിഷേകം പുതുതാകുന്നതിന്, അത് 100% ആകുന്നതിന് ഇനി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഒരുങ്ങാനുണ്ട്. പെന്തക്കോസ്ത് പെരുന്നാളിനെ സംബന്ധിച്ച് 120 പേർക്കുണ്ടായ അനുഭവങ്ങൾ അവരെങ്ങനെയാണ് ഒരുങ്ങിയത്, അവരാ 9 ദിവസം ഒരുങ്ങി 10-ാം ദിവസത്തിൽ പെന്തക്കോസ്തായുടെ അനുഭവത്തിലേക്ക് നടന്നു. ആ 9 ദിവസത്തെ ഒരുക്കങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് വേദോത്സവത്തിൽ എഴുതിയിട്ടില്ല. 10 ദിവസം കാത്തിരുന്നത് മാത്രമേ ഉള്ളൂ. അവരെ ഈ 10 ദിവസവും പ്രാർത്ഥിക്കുകയായിരുന്നു. എങ്ങനെയാ പ്രാർത്ഥിച്ചെന്ന് എഴുതിയിട്ടില്ല. കർത്താവ് ഗെത്സമനെ തോട്ടത്തിൽ പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ വേദോത്സവത്തിൽ വായിക്കുന്നു. പക്ഷേ എന്തൊക്കെയാണ് പ്രാർത്ഥിച്ചത്, എങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിച്ചത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെ ആത്മനിറവിൽ വിശുദ്ധന്മാർ ശുദ്ധിമതികളും ജിജ്ഞാസയോടെ അന്വേഷിച്ച് കിട്ടിയ ദർശനങ്ങളും വെളിപ്പാടുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം എന്ന പേരിൽ ഒരു പുസ്തകം വായിക്കുവാനിടയായി. ആ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം എന്ന പേരുള്ള പുസ്തകത്തിൽ അനേക പ്രാർത്ഥനകളും യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചുള്ള ആഴമായ പല വെളിപ്പെടുത്തലുകളുമുണ്ട്. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ തീവ്രവേദനയോടെയുള്ള പ്രാർത്ഥനകൾ, കർത്താവായ യേശു മിശിഹായുടെ യോഗാത്മക പ്രാർത്ഥനകൾ, സാത്താനെയും അവൻ്റെ അനുചരന്മാരെയും പരാജയപ്പെടുത്താനുള്ള പ്രാർത്ഥന, അജഗണങ്ങളുടെ സംരക്ഷണത്തിനും ഐക്യത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥന, ഈശോ മിശിഹായുടെ തിരുവിലാവിൽ അഭയം ലഭിക്കുന്നതിനുള്ള പ്രാർത്ഥന, പൂർവിക ശാപത്തിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള പ്രാർത്ഥന, വിശ്വാസത്തെ പരിപോഷിക്കുന്നതിനുള്ളതായ പ്രാർത്ഥന, ദൈവഹിതം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന, വരാനിരിക്കുന്ന പ്രഹരത്തിൽ സഹനശക്തി ലഭിക്കുന്നതിനുള്ള പ്രാർത്ഥന, വീണുപോയ ആടുകൾക്ക് വേണ്ടിയും വിശ്വാസത്തിൽ നിന്ന് വീണുപോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന, ഭൂമിയിൽ മഹത്വത്തിൻ്റെ ഭരണം ഉണ്ടാകുന്നതിനുള്ള പ്രാർത്ഥന, ജഡീക പാപങ്ങൾക്കെതിരായിട്ടുള്ള പ്രാർത്ഥന, മരണമടഞ്ഞ ഗർഭസ്ഥ ശിശുക്കളുടെ ജ്ഞാനസ്നാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, നിത്യപിതാവിനോടുള്ള ഫലദായകമായ ഹ്രസ്വ പരിഹാര പ്രാർത്ഥന, വിലയേറിയ തിരുരക്തത്തിനെതിരായി ചെയ്യപ്പെടുന്ന പാപങ്ങളുടെ പരിഹാരത്തിനുള്ള പ്രാർത്ഥന, വിശുദ്ധ മീഖായേലിനോടുള്ള പ്രാർത്ഥന, പുതിയ ഇസ്രായേലിന് വേണ്ടിയുള്ള പ്രാർത്ഥന, നവീകരണ ജപ പ്രാർത്ഥന, ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്കുമുള്ള മുന്നറിയിപ്പ്, ആധ്യാത്മിക പൂർണ്ണതയുടെ കുരിശ്, ഗെത്സമനയിലെ മണിക്കൂറുകൾ, ശ്രേഷ്ഠമായ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആഴമായ വെളിപ്പാട് ലഭിച്ചിട്ടുള്ളവരുടെ അനുഭവങ്ങൾ ശേഖരിച്ചെഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണിത്. ഈ പുസ്തകത്തിലെ ചില പ്രാർത്ഥനകൾ നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പോവുകയാണ്. ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ 143, 144 പേജുള്ളതായി പുസ്തകത്തിലെ
നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ യോഗാത്മക പ്രാർത്ഥനകൾ ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടിരുന്നു. കഴിഞ്ഞ 48 ദിവസങ്ങളിലൂടെ നടന്ന കുർബാന, ഈ 49ാമത്തെ ദിവസത്തെ കുർബാന, 50ാം ദിവസത്തിൽ നാളെ കൊടുത്ത കുർബാനയിൽ പെന്തക്കോസ്ത് പെരുന്നാൾ സംബന്ധിച്ചവർക്കുണ്ടായ അത്രയും ആത്മനിറവ് നമുക്കുണ്ടാകണം. അതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിശുദ്ധ കുർബാനയ്ക്കുമുള്ള ഈ ഒരുക്ക പ്രാർത്ഥന നടത്താം. നമ്മുടെ കർത്താവ് പീഡാനുഭവ സമയത്ത് തൻ്റെ സ്വർഗീയ പിതാവിനോട് നടത്തിയ അപേക്ഷകൾ നാം അനുദിനം പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ബർന്നബാസ് എന്ന് പറയുന്ന ഒരു പരിശുദ്ധന് അവിടുന്ന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം അത് രേഖപ്പെടുത്തി അത് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു കർത്താവിൻ്റെ ആ രഹസ്യ പ്രാർത്ഥന? അത് നമ്മുടെ പ്രാർത്ഥനയാക്കി നമുക്ക് സ്വീകരിച്ചത് അനുഭവമാക്കി മാറ്റാം. സാത്താനെയും അവൻ്റെ അനുചരന്മാരെയും പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. കർത്താവും വിശുദ്ധന്മാരും ആ വിജയം കൈവരിച്ചവരാണ്. ജയിക്കുന്നവർക്കാണ് കർത്താവിലൂടെ വാഴാൻ സാധിക്കുന്നതെന്ന് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ വായിച്ചിട്ടുണ്ട്. നമ്മൾ പരാജയപ്പെട്ടതുകൊണ്ടാണ് കർത്താവിൻ്റെ കൂടെ ഇരിക്കുവാനോ ആ കർത്താവിൻ്റെ എല്ലാ വാക്തത്വങ്ങളും ആസ്വദിക്കാനും നമുക്ക് സാധിക്കാത്തത്. നമ്മൾ ഏതെല്ലാം മണ്ഡലങ്ങളിലാണ് ഇനിയും പരാജയപ്പെട്ട് കിടക്കുന്നത്. ആ പരാജയത്തെ വിജയത്തിൻ്റെ ചവിട്ടുപടിയാക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? നിങ്ങൾ ശത്രുവിൻ്റെ അസംഖ്യം ഗണങ്ങളെ ഭയപ്പെടേണ്ട, അതിന് യാതൊരു ആവശ്യവുമില്ല. കുഞ്ഞുങ്ങളെ, അവരുടെ പതനത്തിനായി എൻ്റെ ഇടത് കൈയിലെ മുറിവുകളെയും വേദനയെയും രക്തത്തെയും ലളിതമായി സമർപ്പിക്കുക. ചാരം പോലെ അവർ അപ്രത്യക്ഷമാകുന്നത് നമുക്ക് കാണാം. യേശുവിൻ്റെ കൈകാലുകളിലെ മുറിവുകളെ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ടോ? കർത്താവിന് കയ്യിലും കാലും മുറിവുണ്ടായി, തോമാശ്ലീഹ അത് കാണിച്ചു എന്നൊക്കെ കേട്ടതല്ലാതെ നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ? കർത്താവിൻ്റെ ഇടത് കൈയിലും വലതു കൈയിലും ഉണ്ടായ മുറിവിലൂടെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഉതകുന്ന അനേക അനുഗ്രഹങ്ങൾ മറഞ്ഞിരിക്കുന്നത് സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. കണ്ണു ചെല്ലുന്ന സമയം കൊണ്ട് ശത്രുവിൻ്റെ അനേകം സാമ്രാജ്യങ്ങൾ അപ്രത്യക്ഷമാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഇത് പ്രാർത്ഥിക്കുകയും എല്ലാ മനുഷ്യരെയും പഠിപ്പിക്കുകയും ചെയ്യുക. എൻ്റെ വിലയേറിയ തിരുരക്തം ഏവരെയും രക്ഷിക്കുമെന്ന് കർത്താവ് കൊടുത്ത ഒരു സന്ദേശം അനുസരിച്ചാണ് ഈ പുസ്തകം എഴുതപ്പെട്ടതെന്ന് പറയുന്നു. എൻ്റെ നാഥനായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ പരിശുദ്ധ മരണത്തിൻ്റെ അസംഖ്യം ശത്രുക്കളെ, അന്ധകാരത്തിൻ്റെയും ദുഷ്ടതയുടെയും രാജകുമാര, സകല നുണയന്മാരുടെയും പിതാവേ, എൻ്റെ നാഥനായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിന്മേൽ നിന്നുകൊണ്ട് അവിടുത്തെ ഇടത് കൈയിലെ വേദനകളെയും മുറിവുകളെയും അവിടുന്ന് ഒഴിയതായ വിലയേറിയ തിരുരക്തത്തെയും നിങ്ങളുടെ പതനത്തിനും നാശത്തിനും പീഡനത്തിനുമായി നിത്യപിതാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തെല്ലാം അനുഭവങ്ങളാണ് ലഭിക്കുന്നത്? എൻ്റെ നാഥനായ യേശു ക്രിസ്തുവിന് വിലയേറിയ തിരുരക്തമേ, എന്നിലും സകല മനുഷ്യരുടെ ജീവിതത്തിലും ഭരണം നടത്തണമേ എന്ന് നമുക്കൊന്ന് പറയാം. നമുക്ക് ഈ പ്രാർത്ഥനയില്ല. എൻ്റെ നാഥനായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ തിരുരക്തമേ, എന്നിലും സകല മനുഷ്യരുടെ ജീവിതത്തിലും ഭരണം നടത്തണമേ. ആമേൻ. അജഗണങ്ങളുടെ സംരക്ഷണത്തിനും ഐക്യത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥന. ഇന്ന് ആത്മീയ മണ്ഡലത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അനൈക്യമാണ്. പൊരുത്തക്കേടുകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, പിളർപ്പുകൾ എല്ലാ വീടുകളിലും, എല്ലാ സ്ഥാപനങ്ങളിലും, എല്ലാ പള്ളികളിലും, എല്ലാ സഭകളിലും പല ഗ്രൂപ്പാണ്. ഓരോരുത്തരും ഓരോ തൊട്ടേ നിൽക്കുക. പുറമെ ഒന്നിച്ച് കൂടുമെങ്കിലും മനസ്സുകൊണ്ട് അകന്നിരിക്കുന്നു. എല്ലാവർക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ ഒക്കുന്നില്ല, ഒന്നിച്ചൊരു കാര്യം തീരുമാനിക്കാൻ ഒക്കുന്നില്ല. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ് ഓരോ കാര്യങ്ങളെക്കുറിച്ച്. ആ പൊരുത്തക്കേടാണ് സഭയുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന അനേകരെ യേശുവിനോട് നേടാൻ, യേശുവിനോട് ചേരാൻ തടസ്സമായി നിൽക്കുന്നത്. ശത്രു അങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് നമ്മളെ ഓരോ ഗ്രൂപ്പിലാക്കുക. അപ്പനും മക്കളും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ, സഹോദരി സഹോദരങ്ങൾ തമ്മിൽ, ഇങ്ങനെ ഓരോ തരത്തിൽ ഓരോ വിടവുകൾ ഉണ്ടാക്കി ഓരോരുത്തരും ഓരോ തട്ടേ നിൽക്കുക.
എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോഴെല്ലാം എൻ്റെ രാജ്യത്തിൻ്റെ മണിക്കൂർ ഭൂമിയിൽ സംജാതമാകുന്നതിനെ ത്വരിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ പ്രാർത്ഥനയിലൂടെ അത് വേഗം ഭൂമിയിൽ എത്തുന്നതിന് എൻ്റെ പിതാവ് അനുവദിക്കും. എല്ലാവരും ഒന്നാകണമെന്ന എൻ്റെ പ്രാർത്ഥന പൂർത്തീകരിക്കപ്പെടുന്ന രണ്ടാം പെന്തക്കോസ്തായുടെ മണിക്കൂർ എൻ്റെ രാജ്യം വരുമ്പോൾ ഈ ഭക്താഭ്യാസം നടത്തുന്നവർ അതിനായി സന്തോഷിക്കും. ഞാൻ എപ്പോഴും അവരെ സംരക്ഷിക്കുമെന്ന് ബർന്നബാസിനോട് പറഞ്ഞ ആ കാര്യം നമ്മളെ അറിയിച്ചിരിക്കുന്നു. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, ഞങ്ങളുടെ ഗുരുവും നാഥനുമായ അങ്ങയുടെ പുത്രന്റെ കാൽപാദത്തിലെ മുറിവുകളെയും വേദനകളെയും അവിടെ നിന്നൊഴുകിയതായ വിലയേറിയ തിരുരക്തത്തെയും ഇടയിനാത്ത ആടുകളെ പോലെ ഈ ഭയാനകമായ വനത്തിൽ അലയുന്ന അങ്ങയുടെ എല്ലാ മക്കൾക്ക് വേണ്ടി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹിംസ്ര ജന്തുക്കളിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും അത് സമാധാനം നൽകുകയും ചെയ്യണമേ. അങ്ങനെ അവർ എൻ്റെ നാഥനും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ കാൽപാദങ്ങൾ ആണിയാൽ ചേർത്ത് നിർത്തപ്പെട്ടതുപോലെ ഒന്നായി തീരുകയും ഐക്യപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. അപ്പോൾ അകന്ന് ഇരിക്കുന്നവരെല്ലാവരും ഓർത്തുകൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥന നടത്തുകയാണ്. ഒത്തിരി അകൽച്ചകൾ എല്ലായിടങ്ങളിലും ഉണ്ട്. യേശുക്രിസ്തുവിന്റെ വിലയേറിയ തിരുരക്തമേ എന്നേക്കും ഭരണം നടത്തണമേ എന്ന് പറയാം. യേശുക്രിസ്തുവിന്റെ വിലയേറിയ തിരുരക്തമേ എന്നേക്കും ഞങ്ങളെ ഭരിക്കണമേ. ആമീൻ. ഈശോ മിശിഹായുടെ തിരുവിലാവിൽ അഭയം ലഭിക്കുന്നതിനുള്ള മറ്റൊരു പ്രാർത്ഥന. എൻ്റെ കുഞ്ഞുമക്കളെ, തിന്മയുടെ ഈ നാളുകൾ ധാരാളം ആത്മാക്കളെ വിഴുങ്ങും. അതുകൊണ്ടാണ് നിങ്ങളെ എല്ലാവരെയും രക്ഷിക്കുന്നതിന് വേണ്ടി ഈ രഹസ്യാത്മക പ്രാർത്ഥന ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. എൻ്റെ തിരുവിലാവ് സകല മനുഷ്യർക്ക് വേണ്ടിയും തുറക്കപ്പെട്ടിരിക്കുന്നു. ഇത് പ്രാർത്ഥിക്കുകയും സകല മനുഷ്യരെയും അത് അറിയിക്കുകയും ചെയ്യുക. ഈ പ്രാർത്ഥന മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരെല്ലാം സംരക്ഷിക്കപ്പെടും. ഞാൻ നിങ്ങളെല്ലാം സ്നേഹിക്കുന്നു. നിങ്ങളുടെ ജീവന് വേണ്ടി ഓടുകയും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, പഴയ കാലത്തെ ഇസ്രായേൽക്കാരെ ശൈത്യവും ഉഷ്ണവുമുള്ള മരുഭൂമിയുടെ വരൾച്ചയിൽ പരിശുദ്ധമായ തന്റെ ചിറകുകൾക്കുള്ളിൽ സംരക്ഷിച്ച അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ലോകം മുഴുവനും ചിതറിപ്പാർക്കുന്ന അങ്ങയുടെ ജനത്തിന്റെ സംരക്ഷണത്തിനായി എന്റെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ മരണത്തെ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. തിരുരക്തവും ജലവും ഞങ്ങളെ കഴുകുകയും ശക്തിപ്പെടുത്തുകയും രക്ഷിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ സകല മനുഷ്യർക്കും വേണ്ടി തുറക്കപ്പെടുന്ന അങ്ങയുടെ പുത്രന്റെ തിരുവിലാവിൽ ഞങ്ങൾ അഭയം കണ്ടെത്തുമാറാകട്ടെ. ആമീൻ. ഈശോ മിശിഹായുടെ തിരുവിലാവേ, ഞങ്ങളുടെ അഭയസങ്കേതമായിരിക്കണമേ. ആമേൻ. പൂർവിക ശാപത്തിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള പ്രാർത്ഥന. നമ്മുടെ പൂർവ്വശാപങ്ങൾ ഇതുവരെയും തീർന്നിട്ടില്ല. പുറപ്പാട് പുസ്തകം 20 അധ്യായത്തിന്റെ 5-ാം വാക്യപ്രകാരം 4, 5, 6, 7 തലമുറ വരെ കടന്നു പോകുന്നതാണ് ശാപങ്ങൾ. നമ്മുടെ പൂർവികരിൽ അമ്മ വഴി, അപ്പം വഴി, 4 വഴി എന്ന് പറയും. നമ്മുടെ മാതാപിതാക്കൾ വഴി സ്വയപരിശോധന നടത്തുമ്പോൾ 10 കൽപ്പനയും ലംഘിച്ചിട്ടുള്ളവർ നമ്മുടെ കുടുംബത്തിലുണ്ട്. ഒരു കൽപ്പന ലംഘിച്ചാൽ അതിനെ എല്ലാം ലംഘിച്ചാൽ തുല്യമാണെന്നും യാക്കോബിൻ ലേഖനത്തിൽ ഒരു വചനമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 10 കൽപ്പനയും ലംഘിച്ച മാതാപിതാക്കളുടെ കൊച്ചുമക്കളാണ് നമ്മൾ. അത് തലമുറയായി കൈമാറി വന്നതുകൊണ്ടാണ് നമുക്ക് ഇതുവരെയായിട്ട് അനുഗ്രഹങ്ങൾ ശരിക്കും ആസ്വദിക്കാൻ പറ്റാത്തത്. അനുഗ്രഹം വാങ്ങേണ്ട പാത്രം ശാപത്താൽ അശുദ്ധമായിരിക്കുന്നു. അപ്പോൾ അനുഗ്രഹം വാങ്ങുന്നതിന് മുമ്പ് ശാപം മാറിക്കിട്ടണം. അതിന് കർത്താവ് പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ നമ്മൾ പൂർണ്ണമായി പാലിക്കണം.
കാരണം കൂടാതെ ശാപം പറ്റുകയില്ലെന്നും പറയുന്നു. ശാപം പറ്റുന്ന കാരണങ്ങൾ മാറ്റിക്കഴിയുമ്പോൾ നമുക്ക് 1000 തലമുറയ്ക്ക് ഒരു അനുഗ്രഹം കൊടുക്കുന്ന പാത്രമാകാൻ കഴിയുമെന്നും ഉള്ള പ്രത്യാശ പുറപ്പാട് 20:5 നമുക്കിതേതാണ് ഇപ്പോൾ നമ്മൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്? പൂർവ്വശാപത്തിൻ്റെ കെടുതികൾ കിടന്നുടലുകയാണോ? 1000 തലമുറയ്ക്ക് ഒരു അനുഗ്രഹം കൊടുക്കുന്ന പാത്രമാകാൻ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടോ? എങ്കിൽ അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട ഒരു പാത്രമാകാമെങ്കിൽ നാളത്തെ 50ാമത്തെ കുർബാനയിൽ നമ്മുടെ പാത്രം നിറയും. അത് കവിഞ്ഞൊഴുകാൻ തുടങ്ങും. കവിഞ്ഞൊഴുകിയാൽ 1000 തലമുറയ്ക്ക് വരെ അത് ലഭിക്കുമെന്നാണ് പറയുന്നത്. അബ്രഹാമിന് ഇസ്ഹാക്കിനും യാക്കോബിനുണ്ടായ അഴലിച്ചകളും ഉഴലിച്ചകളും സങ്കടങ്ങളും ദുഃഖങ്ങളും നഷ്ടങ്ങളും എല്ലാം ശുദ്ധീകരണത്തിന് വേണ്ടിയായിരുന്നു. നമുക്കത് പ്രയോജനപ്പെടുത്താൻ ഒക്കുന്നുണ്ടോ? പൂർവ്വീയ ശാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനുള്ള പ്രാർത്ഥനയിൽ ബർന്നമാസിനോട് കർത്താവ് പറഞ്ഞൊരു കാര്യം, എൻ്റെ കുഞ്ഞുങ്ങളെ ഇത് പ്രാർത്ഥിക്കുകയും ലോകത്തെ മുഴുവൻ ഇത് അറിയിക്കുകയും ചെയ്യുക. ശാപങ്ങളിൽ കഴിയുന്നവർ നിരന്തരമായി പ്രാർത്ഥന എഴുതുകയാണെങ്കിൽ അവർക്ക് അവയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുവാൻ സാധിക്കും. പൂർവ്വപിതാക്കന്മാരുടെ പാവങ്ങളുടെ ഫലമായി ഏതെങ്കിലും കുടുംബം വേദനിക്കുന്നെങ്കിൽ ഈ പ്രാർത്ഥനയിലൂടെ 144 ദിവസം നീളുന്ന നൊവേന ചൊല്ലിയാൽ അവർ മോചിക്കപ്പെടും. ഉടമ്പടി ലംഘിക്കുകയും അതിൻ്റെ ഫലമായി മരണശിക്ഷയുണ്ടാകുകയും ചെയ്യുന്നവർ നിരന്തരമായി ഈ പ്രാർത്ഥന ചൊല്ലുകയും പശ്ചാത്തലിക്കുകയും ചെയ്താൽ രക്ഷപ്പെടുകയും ശാപത്തിൽ നിവൃത്തമാവുകയും ചെയ്യുമെന്നുള്ള ഒരു സന്ദേശം ഈ ഗ്രന്ഥകർത്താവിന് ദൈവം കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ 144 ദിവസത്തെ പ്രാർത്ഥനയുടെ പ്രത്യേകത. അപ്പം മടുക്കാതെ നിരന്തരം പ്രാർത്ഥിക്കണം, ഇടപെടാതെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ഈ ബോധത്തോടെയാണെങ്കിൽ 144 ദിവസം നീളുന്ന പ്രാർത്ഥന, നിരന്തരമായ പ്രാർത്ഥന, നിരന്തരമായ കുർബാന, നിരന്തരമായ ആമപ്രാർത്ഥനകൾ, ഇവ പൂർവ്വശാപങ്ങൾ നമ്മളെ പൂർണ്ണമായി ഒഴിവിക്കാൻ പലർക്കും സഹായിച്ചു എന്നാണ് ഇവിടെ സാക്ഷ്യം പറയുന്നത്. നോക്കി പ്രാർത്ഥനയെ തീരില്ല. നിത്യപിതാവേ, അങ്ങ് മാത്രമാണ് മരണമില്ലാത്ത ദൈവം, സ്നേഹമായ ദൈവം, കരുണയും അനുകമ്പയുള്ളവൻ. അങ്ങയുടെ ഏകജാതനായ യേശുക്രിസ്തുവിനെ നോക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പൂർവ്വപിതാക്കന്മാരുടെ പാപങ്ങളും അവർ അങ്ങയുമായി ചെയ്ത ഉടമ്പടി ലംഘനത്തിലെ അനുസരണക്കേട് മൂലം ശാപത്തിന്റെ ഭാരം പേറുന്ന അങ്ങയുടെ സകല ജനത്തിനും വേണ്ടി അവിടുത്തെ കൽത്തൂണിൽ കെട്ടിയിട്ട് അടിച്ചപ്പോഴുണ്ടായ വേദനകളും മുറിവുകളും തിരുരക്തവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് അവിടുത്തെ പുത്രന്റെ അടിപ്പിണരുകളാൽ ഞങ്ങളെ സ്വതന്ത്രരാക്കുകയും മുറിവുകളാൽ ഞങ്ങളെ സൗഖ്യപ്പെടുത്തുകയും വിലയേറിയ അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തമേ, ശാപങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഈശോ മിശിഹായുടെ തിരുമുറിവുകളെ, ഞങ്ങളുടെ മുറിവുകൾ ഉണക്കണമേ. അങ്ങയുടെ അടിപ്പിണരുകളാൽ ഞങ്ങളെ മുദ്ര വയ്ക്കണമേ. ആമേൻ. ഇനി ശേഷിക്കുന്ന ഏതാനും മിനിറ്റുകൾ ആർക്കെങ്കിലും പ്രബോധനങ്ങൾ നൽകി കുർബാനയ്ക്ക് ഒരുങ്ങാനുണ്ടെങ്കിൽ അതിനുള്ള സമയമാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പുസ്തകമുള്ളവർക്ക് എടുക്കാം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അധ്യായം 5 വാക്യങ്ങൾ 14 മുതൽ 20 വരെ. മർക്കോസിന്റെ സുവിശേഷം 5 അധ്യായത്തിൻ്റെ 14 മുതൽ 20 വരെ. നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന ആ സന്ദേശത്തിൻ്റെ ബാക്കിയാണ്. നമ്മൾ കേട്ടത് ലൂക്കോസ് 8 അധ്യായത്തിൽ നിന്നാണ്. അതേ കാര്യം തന്നെ മർക്കോസ് 5 അധ്യായത്തിൽ എഴുതിയിരിക്കുന്നതിൻ്റെ അവസാനത്തെ ഭാഗം. ലൂക്കോസും മത്തായിയും പറയാത്ത ചില കാര്യങ്ങൾ മർക്കോസും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചേർത്ത് വെച്ച് ഇന്നത്തെ ധ്യാനം പൂർത്തീകരിക്കുകയാണ്. മർക്കോസ് 5:14. പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. സംഭവിച്ചത് കാണുവാൻ പലരും പുറപ്പെട്ടു.
യേശുവിൻ്റെ അടുക്കൽ വന്നു. ലഗിയോനുണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. കണ്ടവർ ഭൂതഗ്രസ്തന് സംഭവിച്ചതും പന്നികളുടെ കാര്യവും അവരോട് അറിയിച്ചു. അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിര് വിട്ടു പോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി. അവൻ പടക ഏറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു അവനെ അനുവദിക്കാതെ, നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദെക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. ഒരു സ്വല്പസമയം കൂടെ ഇരിക്കാം. ലഗിയോൻ ബാധിച്ച മനുഷ്യൻ സുഖപ്പെട്ടതിന് ശേഷം സംഭവിച്ച ഒരു കാര്യമാണ് നമ്മൾ കേട്ടത്. ആ ലഗിയോൻ ബാധിച്ച മനുഷ്യന് ഭൂതങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ, കർത്താവിൻ്റെ വചനം അവൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അവന് കർത്താവിൻ്റെ കൂടെ ഇരിക്കണമെന്ന് തോന്നി. അതൊരു നല്ല തോന്നലാണ്. മർക്കോസ് പറഞ്ഞിരിക്കുന്നൊരു കാര്യം, യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെല്ലണമെന്ന് പറഞ്ഞു. 18-ാമത്തെ വാക്യത്തിൽ അവൻ പടക് കയറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ യേശുവിൻ്റെ കൂടെ പോകാനുള്ള ആഗ്രഹം മർക്കോസാണ് എഴുതിയിരിക്കുന്നത്. കൂടെ ഇരിക്കണമെന്ന് മാത്രമേ ലൂക്കോസ് പറഞ്ഞുള്ളൂ. ഇത് രണ്ടും ഒരേ കാര്യത്തിന് രണ്ട് വശമാണ്. കൂടെ പോയിട്ട് കൂടെ ഇരിക്കാനുള്ള ആഗ്രഹം അവനുണ്ടായെന്ന് ഈ രണ്ട് വേദഭാഗങ്ങൾ ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഈ രണ്ട് ആഗ്രഹങ്ങളുണ്ടോ? ക്രിസ്ത്യാനി എന്ന നിലയിൽ ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ ഒന്നാമത്തെ ധർമ്മം കൂടെ ഇരിപ്പാണെന്നുള്ള കാര്യം നമ്മളിന്ന് കേട്ടു. ഈ ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ കൂടെ ഇരിക്കാനും പ്രസംഗിക്കേണ്ടതിന് അയക്കാനും ഭൂതങ്ങളെ പുറത്താക്കാനും ശിഷ്യന്മാരെ നിയോഗിച്ചു നമ്മൾ കേട്ടത്. നമ്മളുടെ കർത്താവിൻ്റെ കൂടെ പോകാനുള്ള ആഗ്രഹം 100%. കർത്താവിൻ്റെ കൂടെ പോയി കൂടെ കർത്താവ് നമ്മളെ കൂടെ ഇരുത്തുന്ന സമയം ഉണ്ടാവും. പക്ഷെ ആ കൂടെ ഇരിക്കുവാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നമ്മൾ ശരിക്കും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ? പക്ഷെ കൂടെ ഇരിക്കുന്നതിന് മുമ്പ് കൂടെ നടക്കുമ്പോൾ വീട്ടിലൊന്ന് പോയിച്ച് വരാൻ പറയും. അത് നമ്മൾ അനുസരിച്ചിട്ടുണ്ടോ? ഇപ്പൊ നമ്മൾ കൂടെ ഇരിക്കുക. ഇപ്പൊ കർത്താവിനെ അനുഗമിക്കുന്നതിനിടയിൽ സങ്കേതഭവനത്തിൽ സങ്കേത പഠനത്തിൽ നിന്ന് കൂടെ ഇരിക്കുന്നു. ഇത് കഴിയുമ്പോൾ സമാധാനത്തോടെ പോകാം, വീട്ടിലോട്ട് പോകപ്പെടാനാണ് പറയുന്നത്. നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ പള്ളിയിലേക്ക്, നിങ്ങളുടെ നാട്ടിലേക്ക് പോകും. പക്ഷെ അന്നേരം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് ഈ വേദഭാഗത്തിനകത്ത് വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് എന്തുകൊണ്ട് ആത്മനിറവ് ലഭിക്കുന്നില്ല എന്നുള്ളതിന് മറുപടി പറയാനാണ് ഈ വേദഭാഗം ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. നമ്മൾ കർത്താവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, കർത്താവിൻ്റെ വചനം കേട്ടിട്ടുണ്ട്, സൗഖ്യം ലഭിച്ചിട്ടുണ്ട്, അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നേടിയവരാണ്. പക്ഷെങ്കിൽ കർത്താവിൻ്റെ കൂടെ പോകാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും അത് പൂർണ്ണമായും നമ്മൾ പാലിച്ചിട്ടില്ലെന്നുള്ളൊരു കുറവ് നമുക്കുണ്ട്. കർത്താവിനോട് ഇരിക്കാനുള്ള ആഗ്രഹവും നമുക്കുണ്ട്, പക്ഷെ അതും അപൂർണമാണ്. ഈ കൂടെ പോക്കും കൂടെ ഇരിപ്പും അപൂർണമാണ്. അത് അപൂർണമാകുന്നതിൻ്റെ കാര്യം എന്താണ്? കർത്താവ് നമ്മളൊരു കാര്യം ഏൽപ്പിച്ചാൽ അത് ചെയ്യാനുള്ള ശക്തിയും അതിനുള്ള സന്തോഷം കൊണ്ട് നമുക്ക് തന്നേ വിടുകയുള്ളൂ. യേശു നമ്മളെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും തന്നിട്ട് ഒരു കാര്യം ചെയ്യാൻ പറയുള്ളൂ. അത് ചെയ്യാനുള്ള ശക്തിയും അത് ചെയ്യാനുള്ള സന്തോഷവും അതിൻ്റെ ചില അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടാണ് ഏതൊരു കാര്യം ചെയ്യാൻ പറയുന്നത്. അപ്പോൾ കൂടെ ഇരിക്കാൻ ആഗ്രഹിച്ച് കൂടെ പോകാൻ ആഗ്രഹിച്ച ഈ സൗഖ്യം പ്രാപിച്ച ഗദരദേശത്തെ ആ സൗഖ്യം പ്രാപിച്ച മനുഷ്യനെ കൂടെ ഇരിക്കുവാനും കൂടെ പോകാനും ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കർത്താവ് അംഗീകരിച്ചു. എന്നാൽ ആദ്യമായി കൂടെ ഇരിക്കുന്നതിന് മുമ്പ് കൂടെ വരുന്നതോടൊപ്പം വീട്ടിൽ വരെ ഒന്ന് പോകണമെന്നുള്ള കാര്യം പറഞ്ഞു. അതൊന്നുമില്ല. കാരണം അവനെ ഭൂതഗ്രസ്തനാന്ന് പറഞ്ഞ് വീട്ടുകാരവനെ പുറത്താക്കിയതാണ്. അവർക്ക് സഹിക്കാൻ മേലാതായി. അപ്പൊ ഭൂതവാദ മുഖാന്തരം വീട്ടുകാർക്ക് സഹിക്കാൻ മേലാതെ അവരിവനെ തള്ളിയതാണ്. അതുകൊണ്ട് അവൻ വീട്ടിൽ പോകാഞ്ഞത്.
അതുകൊണ്ടാണ് ശവക്കോട്ടയിൽ പോയി കിടന്നത്. അപ്പോൾ ശവക്കോട്ടയിലേക്ക് പോകാൻ ഇടയാക്കിയത് വീട്ടുകാർക്ക് ഇവനെ സഹിക്കാൻ മേലാതെ വഹിക്കാൻ മേലാതായി, ഏറെ ആർക്കും വേണ്ടാതായി, നാട്ടുകാർക്കും വേണ്ട വീട്ടുകാർക്കും വേണ്ടാത്ത പരുവമായപ്പോൾ പിന്നെ ആളൊഴിഞ്ഞ് ഒരു ശല്യവും ഇല്ലാത്ത ശവക്കോട്ടയിൽ പോയി കിടക്കുക. അവൻ്റെ ആ ദുസ്ഥിതി മാറി അവൻ ആ ദേശത്തുമായി വിട്ടൊരു അംഗീകാരം ലഭിക്കണം, അവനൊരു വീട് വേണം, അവന് ഭദ്രമായ ഒരു ജീവിതം വേണമെന്ന് ആഗ്രഹിച്ച കർത്താവിന് നഷ്ടപ്പെട്ട വീട് തിരികെ കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോകാൻ പറയുന്നത്. അപ്പോൾ യേശുവിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ വീട്ടുകാരെയാണ്. ഒരാൾ വിശ്വസിച്ചാൽ ആ വീട്ടുകാരെ മുഴുവൻ രക്ഷിക്കുന്ന ഒരു പരിപാടി ദൈവത്തിനുണ്ട്. അപ്പോൾ ഇത്രയും പേരിവിടെ വന്നിരിക്കുന്നു, നമുക്ക് ഇന്ന് കിട്ടുന്ന അനുഗ്രഹമായി നമ്മുടെ വീട്ടിലേക്ക് പോകണം. അങ്ങനെ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്തം നമ്മൾ പൂർണ്ണമായി ഇതുവരെയും അനുസരിച്ചിട്ടില്ല. അതിൻ്റെ കുഴപ്പം എന്നാണ്. അപ്പോൾ ആ വീട്ടുകാരെ ഇവനെ ഒന്ന് കാണുമ്പം എന്തൊരു സന്തോഷം ഉണ്ടാകുമായിരുന്നു. അയ്യോ, ഞങ്ങൾക്ക് വേണ്ടാത്തവൻ സുബോധം പ്രാപിച്ച് വസ്ത്രം ധരിച്ച് നല്ല സ്വഭാവിയായി വീട്ടിലേക്ക് വന്നല്ലോ. അവന് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യം അങ്ങോട്ട് പറയുമ്പോൾ അവരെല്ലാവരും കൂടെ യേശുവിൽ വിശ്വസിച്ച് ആ യേശുവിൻ്റെ വേലയിൽ സന്തോഷിച്ച് അവരും ഈ കിട്ടിയ യേശുവിനെ പ്രയോജനപ്പെടുത്താൻ ഇടയാകുമായിരുന്നു. അവൻ വീട്ടിൽ പോയോ ഇല്ലയോ എന്നുള്ള കാര്യം പിന്നെ എഴുതിയിട്ടില്ല. ഇവിടെ എഴുതിയ കാര്യം അവൻ തെക്കപ്പള്ളി ദേശം മുഴുവനും പോയി പറഞ്ഞു എന്നാണ്. അതിൻ്റെ കാര്യം എന്താ? അതിനകത്തും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവൻ വീട്ടിൽ പോകുന്നതിന് മുമ്പ് തന്നെ, വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ കണ്ടവരോടൊക്കെ ഇത് പറഞ്ഞു കാണും. അതിനകത്ത് തെറ്റൊന്നും പറയാനില്ല. പക്ഷെ അത് വീട്ടിൽ പോക്ക് മുടക്കി കാണുമോ എന്തൊരു പ്രശ്നമുണ്ട് അതിനകത്ത്. അവന് ഈ കർത്താവ് പറഞ്ഞ കാര്യം അനുസരിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയ സന്തോഷമുണ്ട്, ചില കൃപകൾ, ഒരു അഭിഷേകമുണ്ട്. കർത്താവ് പറഞ്ഞ് നടപ്പിലാകും ഒരു ഭയങ്കര സന്തോഷം. അപ്പോൾ അവനത് പ്രചോദനമായി ഉത്സാഹമായി കണ്ടവരോടൊക്കെ എന്ന് പറഞ്ഞു. അവൻ വീട്ടിലെത്തിയോ എന്നുള്ള കാര്യത്തിന് ഒരു സംശയമുണ്ട്. ഒരു കാര്യം സംശയം വരാൻ കാരണം, അവൻ പോയി യേശു തനിക്കുള്ളതൊക്കെയും ചെയ്തൊക്കെയും ദെക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങിയെന്ന. ഈ ദെക്കപ്പൊലി നാടിൻ്റെ പ്രത്യേകത അറിയാവും. ഈ ദെക്കപ്പൊലി നാടെന്ന് പറഞ്ഞാൽ വളരെ വിസ്തൃതമായൊരു സ്ഥലമാണ്, കൊച്ചു സ്ഥലമൊന്നുമല്ല. ദെക്കപ്പൊലി എന്ന് പറയുന്ന കേരളം പോലെ, കേരളം എന്ന് പറഞ്ഞാൽ എന്തുമാത്രം, കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെയുണ്ട്. അപ്പോൾ ഇവന് കിട്ടിയ അനുഗ്രഹം വീട്ടിൽ കൊടുക്കാൻ കൊണ്ടുപോയ വഴി കാണുന്നവരോട് അങ്ങ് പറയാൻ തുടങ്ങി. അവനത് ദെക്കപ്പൊലി നാട് മുഴുവൻ, ദെക്കപ്പൊലി നാട് എന്ന് മാത്രം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഈ വേദപുസ്തകത്തിന്റെ പുറകിലുള്ള ആ മാപ്പ് നോക്കിയാൽ അറിയാം. ദെക്കപ്പൊലി എന്ന് പറയുന്നത് ഒരു വലിയ സ്ഥലമാണ്, വലിയ വിസ്തൃതമായ സ്ഥലമാണ്. അത് ഗലീല മുതൽ നയീൻ പട്ടണം വരെ, നസറേത്ത്, ഗദര, ഗലീല, മഗ്ദ, ഈ കോരസീൻ, കപ്പർനഹൂം, ബെത്സയിദ, ഇങ്ങനെയുള്ള ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു വലിയ സ്ഥലമാണ് ദെക്കപ്പൊലി. അവൻ ഗദര ദേശത്തിൽ നിന്നാണ് ഈ പണിക്ക് തൻ്റെ വേല ചെയ്യാൻ തുടങ്ങിയത്. ചുരുക്കി പറഞ്ഞാൽ അവൻ വീട്ടിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ ആ ദേശത്ത് മുഴുവൻ പറയുന്നതിന് പ്രാധാന്യം നൽകി എന്ന് മാത്രമല്ല, കർത്താവിനോട് അവന് ഒരു കാര്യം ചോദിക്കേണ്ടതായിരുന്നു. കർത്താവ്, നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വീട്ടിൽ പോകാം, പക്ഷെ എന്നാലും എനിക്ക് നിൻ്റെ കൂടെ വരാനുള്ള ആഗ്രഹം, ഞാൻ എപ്പോഴാണ് നിൻ്റെ വീട്ടിലോട്ട് നിൻ്റെ അടുത്ത് വരേണ്ടത്. ഞാൻ വീട്ടിൽ പോയിട്ട് എവിടെ വെച്ച് നമുക്ക് ഇനി കാണാനൊക്കെ, നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വീട്ടിൽ പോകാം, വീട്ടുകാരോടൊക്കെ കാര്യം പറഞ്ഞിട്ട് എനിക്ക് നിൻ്റെ കൂടെ വരണം. നീ പറഞ്ഞതനുസരിച്ച് വീട്ടിൽ പോകാനേ പറഞ്ഞുള്ളൂ. വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് നിൻ്റെ കൂടെ വരണമെന്ന് അവൻ വീണ്ടും പറയണമായിരുന്നു. പറഞ്ഞിട്ട് അടുത്ത സ്റ്റേഷൻ എവിടെ? ഭർത്താവ് ഇപ്പം അക്കരയ്ക്ക് പോകുമല്ലേ, അക്കരെ എവിടെയാ പരിപാടി? ഞാൻ വീട്ടിൽ പോയിട്ട് ഞാനും അക്കരയ്ക്ക് പോയി കാണുമോ? ഇല്ല. ദെക്കപ്പൊലി നാട് മുഴുവൻ കറങ്ങണമെന്ന് പറഞ്ഞാൽ ഒത്തിരി നാളെടുക്കുമെന്ന്. അവൻ നടന്നങ്ങ് പോയി കഴിഞ്ഞാൽ ചെല്ലുന്നിടത്തെല്ലാം സാക്ഷ്യം പറയുമ്പോൾ അവൻ പ്രതിഫലം കിട്ടും. സാക്ഷ്യം കേൾക്കുന്നവർക്ക് സന്തോഷം. അവർ 2-3 കൊടുക്കും, ആഹാരം കൊടുക്കും, മാനവും കൊടുക്കും, മഹത്വവും കൊടുക്കും. അത് വാങ്ങിച്ചുകൊണ്ട് നടക്കുക. സാക്ഷ്യം പറഞ്ഞ് നടക്കുന്നവർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. വല്ലതൊക്കെ കിട്ടും. കിട്ടുന്നതിലും പറയുന്നതിലും മാത്രം രസമായി പറഞ്ഞു വിട്ട ആളുടേക്ക് പോകാൻ മറന്നുപോയി. ആത്മീയ ശിശുവിനുണ്ടാകുന്ന വലിയ അപകടമാണ്. സൗഖ്യം കിട്ടി, അനുഗ്രഹം കിട്ടി, മാനസാന്തരം കിട്ടി, സാക്ഷ്യം പറയാൻ വിഷയവുമുണ്ട്, കേൾക്കാൻ ആളുമുണ്ട്, പറയാൻ സ്ഥലവും ഉണ്ടെങ്കിൽ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമാണ് വിട്ടയാളുടെ അടുത്ത് മടങ്ങി. അതാ നമ്മൾ മറന്നുപോകും. ഈ അയക്കുന്ന ആളുടെ അടുത്ത് എല്ലാ പ്രാവശ്യം മടങ്ങി ചെല്ലണമെന്നാണ്. എല്ലാ ദിവസവും എല്ലാ ശുശ്രൂഷയും കഴിഞ്ഞ് ഒരു മടങ്ങിപ്പോക്കുണ്ട് യേശുവിൻ്റെ അടുത്ത്. അവിടെ പോയിരുന്ന് അടുത്ത അപ്പോയിൻമെന്റ് ഓർഡർ വാങ്ങിച്ചിട്ട് പിന്നെ പോകാവൂ. കിട്ടിയ ഓരോ ഓർഡർ കൊണ്ട് കാണുന്നിടത്തെല്ലാം അങ്ങ് പോയി.
ലൈസൻസ് ഇല്ലാതെ പിടിക്കപ്പെടാനും സാധ്യതയുണ്ട്. എന്താ അപ്പോൾ അങ്ങനെ ടൈം ലിമിറ്റ് ഉണ്ട് ഈ കാര്യത്തിനൊക്കെ. ടൈം ലിമിറ്റ് കഴിഞ്ഞ് ഒരു ലൈസൻസും കൊണ്ട് നടന്നാൽ പിടിക്കപ്പെടും. ലൈസൻസ് പുതുക്കേണ്ട സമയം പുതുക്കിയില്ലെങ്കിൽ പഴയ ലൈസൻസും കൊണ്ട് ഒരാൾ വണ്ടി ഓടിച്ച് പോയാൽ പോലീസ് പിടിക്കും. ഡേറ്റ് നോക്കും, റിന്യൂവൽ ഡേറ്റ് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പാസ്പോർട്ടിനാണെങ്കിലും ലൈസൻസിനാണെങ്കിലും പുതുക്കേണ്ട സമയം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടും ഈ പഴയ ലൈസൻസും കൊണ്ട് പോയാൽ അത് കേസാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ആദ്യം കിട്ടിയ ലൈസൻസും കൊണ്ട് നമ്മൾ നടക്കുക. കർത്താവിൻ്റെ അടുത്ത് തിരികെ പോകുന്നില്ല. എല്ലാ ദിവസവും അവൻ്റെ അടുത്ത് ചെന്ന് റിപ്പോർട്ട് കൊടുത്ത് അതിനുശേഷം വേണം അടുത്ത പണി ചെയ്യാൻ. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ യേശുവിന് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ ഒറ്റ ശിഷ്യനെ ഉണ്ടായുള്ളൂ, യോഹന്നാൻ മാത്രം. ബാക്കിയുള്ളവർക്ക് എന്ത് പറ്റി? അവരെല്ലാം ഈരണ്ടായി ഇതുപോലെ പലയിടത്ത് പോയതാ. ഈ അപ്പോസ്തലന്മാര് ഈരണ്ടായി പലയിടത്തും പോയതാ. 72 പേര് 36 സ്ഥലത്ത് പോയിട്ടുണ്ട്. ഇവരെ ആരെയും ഇവിടെ കാണുന്നില്ല. കാര്യം എന്നാ? ഇത് നല്ല രസമുള്ള പരിപാടിയാണ്. കർത്താവ് എല്ലായിടത്തും പറഞ്ഞു വിട്ടെന്ന് പോയാൽ കർത്താവിൻ്റെ ഏജന്റായിട്ട് നമുക്ക് പലതിനും ധനവും മാനവും ജീവനും മഹത്വവും ഒക്കെ കിട്ടും. അതൊരു നല്ലൊരു രസമായിട്ട് അങ്ങ് തോന്നും. പിന്നെ ഈ അയച്ച ആളിൻ്റെ അടുത്ത് പോകുന്ന കാര്യങ്ങൾ മറക്കും. അങ്ങനെ ഒരു പരീക്ഷ നമുക്കുണ്ടാകാം. ആ പരീക്ഷയിൽ അവർ തോറ്റത് കൊണ്ടാണ് അവർക്ക് യേശുവിനെ കുരിശിന് ചുവട്ടിൽ നിൽക്കാനൊക്കെ പോയത്. അവർ കിട്ടിയതും കൊണ്ട് നടന്നു നിന്നു. പലയിടത്ത് പോയി പലരെ കണ്ട് പലയിടത്ത് വേറെ ചെയ്ത് അനുഗ്രഹം കിട്ടി. പക്ഷെങ്കിൽ കർത്താവിൻ്റെ കൂടെ നടക്കാനോ കർത്താവിൻ്റെ കൂടെ വന്നിരിക്കാനോ ഉള്ള കാര്യത്തിൽ അവർക്ക് മറവി ഉണ്ടാക്കുന്ന ഒരു പരീക്ഷ ഈ ലോകത്തിലുണ്ട്. അതെല്ലാ ആത്മീയ മണ്ഡലത്തിലും എല്ലാ ക്രിസ്ത്യാനികൾക്കും ഉണ്ടാകാവുന്ന ഒരു പരീക്ഷയാണിത്. എന്നും കർത്താവിൻ്റെ കൂടെ മടങ്ങി വന്ന് റിപ്പോർട്ട് കൊടുത്തേച്ചിരിക്കുക. എല്ലാം വിശദീകരിച്ച് ഒരു പ്രാവശ്യം പറഞ്ഞ ശിഷ്യന്മാർ. പിന്നെ അവരെ പലയിടത്ത് വിട്ടിട്ടുണ്ട്. പിന്നെ അവർ വന്നിട്ടില്ല, പോയിട്ടില്ല. പിന്നെ അങ്ങ് പോവുമായിരുന്നു. പിന്നെ കർത്താവിനോട് പരിഭവിച്ചു. ഇവനോട് പോയാൽ കുരിശിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേട്ടപ്പോഴത്തേക്ക് തിരികെ വരവ് അങ്ങ് തീർന്നു. തിരികെ ചെല്ലുമ്പോഴാണ് യേശുവിനെ കുരിശിക്കാൻ ആൾ വരുന്നെങ്കിൽ എന്നെയും കൂടെ പിടിക്കരുതെന്ന് വിചാരിച്ചാൽ പിന്നെ വരാനോ. മനസ്സിലായോ? നമുക്ക് കുരിശ് വേണ്ടാത്തത് കൊണ്ടാണ് കർത്താവിൻ്റെ അടുത്ത് രണ്ടാമത് വരാത്തത്. ഒന്നാമത്തെ വരവ് രസമുള്ളതാണ്, പക്ഷേ നമ്മളത് ഒഴിവാക്കി കാണും. രണ്ടാമത്തെ വരവ് മൂന്നാമത് ഇങ്ങനെ എല്ലാ ദിവസവും കർത്താവിനോട് വന്ന് കർത്താവുമായിട്ടുള്ള ബന്ധം പുതുക്കി യോഹന്നാൻ മാത്രമേ എല്ലാ ദിവസവും യേശുവിൻ്റെ മാറിൽ ചാരി കാര്യങ്ങൾ ചോദിക്കുമായിരുന്നു. എല്ലാ ദിവസവും നമുക്ക് അവൻ്റെ കൂടെ ഇരിക്കാനും അവൻ്റെ മാറിൽ ചാരാനും അവന് ചങ്കിടി പറയാനും അങ്ങനെ ഓരോ മനസ്സിലാകാത്ത കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കുരിശിൻ്റെ ചുവടുവരെയും പോയി കഴിഞ്ഞ് പെന്തിക്കോസ്തിയുള്ളൂ. നമുക്ക് പെന്തിക്കോസ്തി ഇല്ലാത്തതിൻ്റെ കാര്യം എന്നാ? മാമോസ ഏറ്റിട്ടുണ്ട്, പള്ളിയിലും പോകുന്നുണ്ട്, പലയിടത്ത് പോകുന്നുണ്ട്, പല പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ അവൻ്റെ അടുത്ത് എന്നും പോയിട്ടില്ല, എന്നും പോകുന്നില്ല എന്നുള്ള പരാതി നമുക്കുണ്ട്. ആ യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നമ്മൾ പൂർണ്ണമായി നിൽക്കാത്തതിൻ്റെ ആ കെടുതികൾ പരിഹരിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശുവും സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന യേശുവിനെയും കൂടെ കണ്ടതിന് ശേഷം മാത്രമേ പെന്തിക്കോസ്തിയുടെ അനുഭവമുള്ളൂ. ഇനി ഇന്ന് വായിച്ച ആ ലഗിയോൻ ബാധിച്ചവൻ്റെ കഥ എന്താ? ഈ ലഗിയോൻ ബാധിച്ച മനുഷ്യൻ ഈ 120 പേരുടെ ഇവിടെ കാണുമായിരുന്നു. എൻ്റെ അഭിപ്രായം എന്താ? അയാൾക്ക് അതും പറ്റിയില്ല. കർത്താവ് മരിച്ചതും ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തതൊക്കെ പുള്ളി വെച്ചിനെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുക. ദക്കപ്പൊലി നടക്കണമെങ്കിൽ നാളെത്രയുണ്ടെന്ന് അറിയാം. ദക്കപ്പൊലി നാട് മുഴുവൻ നടന്ന് പ്രസംഗിക്കണമെങ്കിൽ അനേക വർഷങ്ങൾ ചിലപ്പം വേണ്ടി വരും. അവന് പോയിക്കൊണ്ടേയിരുന്നു. നല്ല രസമാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കർത്താവ് കുരിശിക്കപ്പെട്ട കാര്യം അറിയാനോ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കാനോ പെന്തിക്കോസ്തി പെരുന്നാൾ കാത്തിരിക്കാനൊന്നും പറ്റിയില്ല. അല്ലെങ്കിൽ പോയി 38 കൊല്ലം തളർന്നു കിടന്നവന് ഇതായിരുന്നു പറ്റിയത്. 38 നല്ല മനസ്സുണ്ടോന്ന് വെച്ചാൽ പൊക്കി കിടക്കയും ചുമന്നുകൊണ്ട് പോയവൻ നല്ല രസം. കണ്ടതെല്ലാം അവന് ചൂത്തിരി കൊടുത്തു. കാണുന്നവർക്കൊക്കെ അയ്യോ പണ്ട് തളർന്നു കിടന്നവൻ അതേണ്ട് കിടക്കയും ചുമന്നുകൊണ്ട് പോകുന്നു. ആ കിടക്കയും ചുമന്നുകൊണ്ട് അവൻ പലയിടത്ത് പോയി കാണുന്നവരൊക്കെ ചോദിച്ചത് എന്നാ ഇത്? ഞാൻ ഇത് കിടന്നയാളാണ്, എഴുന്നേറ്റ് നടക്കുകയാണ്. ഒരു റൗണ്ട് സാക്ഷ്യം പറഞ്ഞപ്പോൾ എല്ലാം നല്ല ലാഭമായിരുന്നു പരിപാടി പുള്ളിക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിച്ചു? കുറേ നാൾ കഴിഞ്ഞപ്പം കിടക്ക ചുമന്നുള്ള പോകുമ്പോൾ സാക്ഷ്യം പറഞ്ഞതിലും വിലയില്ലാതായി. നല്ല ആരോഗ്യമുള്ള നീ ചുമ്മാ ഞാൻ സാക്ഷ്യം പറഞ്ഞു തന്നാൽ മതി, വലിയ വേല ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആഹാരം തന്നിച്ച് പൈസയൊക്കെ തന്നതാ, ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ തരണം തോന്നുന്നില്ല, നീ പോയി വേലയെടുക്കാൻ പറഞ്ഞു. അപ്പോൾ കർത്താവിനോട് പരിഭവം തോന്നാന്ന് പറഞ്ഞു. ആരും ഒന്നും കൊടുക്കാതായി. സാക്ഷ്യം പറഞ്ഞിൽ ഒരു ഗുണമില്ലാത്ത പരിപാടിയായിട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ അവൻ വിചാരിച്ചു കർത്താവ് എന്നെ ചതിക്കുകയായിരുന്നു. ആ സുഹൃത്ത് കാര്യം എന്നാ, ഞാൻ ആ കുളക്കരെ കിടന്നിരുന്നെങ്കിൽ എനിക്കൊന്ന് തളർച്ചയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, കാര്യമില്ല മറ്റൊരു നടത്തി തരുമായിരുന്നു. എല്ലാ ദിനചര്യകളും ഓരോരുത്തരും വന്ന് ചെയ്തു കൊടുക്കുമായിരുന്നു. ആഹാരമായി കൊടുക്കും, കുളിപ്പിക്കും, മറിച്ച് കിടക്കും, തിരിച്ചു കിടത്തും, അവനും കിടന്നു കൊടുത്താൽ മതിയായിരുന്നു. കർത്താവ് അങ്ങനത്തെ കുത്തിപ്പൊക്കി എഴുന്നേപ്പിച്ച് വിട്ടു. ഇപ്പം ആരും എന്നെ സഹായിക്കാനില്ല, ആരോഗ്യമുണ്ട്, പക്ഷെ എങ്ങനെ ജോലി ചെയ്യണമെന്ന് ജീവിക്കണമെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് യേശു എന്നോട് കാണിച്ചൊരു കടുങ്കൈ ആയിപ്പോയി.
അതുകൊണ്ട് അവനെ ഈ പരിപാടിക്ക് നിർത്താനൊക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവിനെ കുരിശിക്കുന്നവരുടെ കൂട്ടത്തിൽ കൂടി അവന് ഞാനും കൂടെ കൂടി കുരിശിക്കാമെന്ന് പറഞ്ഞ് ആണി തറച്ച കൂട്ടെ അവനും കൂടെ ആണി തറച്ചെന്നാണ് പറയുന്നത്. അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്തെന്ന് പറഞ്ഞാൽ എന്ന് മനസ്സിലായില്ല. അധികം തിന്മയാതി വിചാരിക്കാൻ ഞാൻ നിന്റെ കൂടെ വരാമെന്ന് പറഞ്ഞോ. അവൻ കിടക്കയെടുത്ത് വീട്ടിൽ പോയിട്ട് കർത്താവിനെ പുറകെ വരേണ്ടതായിരുന്നു. കിടക്കയെടുത്ത് വീട്ടിൽ കൊണ്ട് വിവരം പറഞ്ഞിട്ട് പുറകെ കർത്താവെ ഞാൻ നിന്റെ കൂടെ വരുന്നു, ഞാൻ നിന്റെ കൂടെ വരാം, അധികം തിന്മയാതി ഭവിക്കാതിരിക്കാൻ ഞാൻ നിന്റെ കൂടെ വരാമെന്ന് പറഞ്ഞില്ല. ഇനി പാപം ചെയ്യരുതെന്ന് മഗ്ദലക്കാരത്തി മറിയോട് പറഞ്ഞു. മഗ്ദലക്കാരത്തി എന്നാ പറഞ്ഞു, ഇനിയും പാപം ചെയ്യാതിരിക്കാൻ ഞാൻ നിന്റെ കൂടെ വരിക. അതുകൊണ്ടാണ് മഗ്ദലക്കാരത്തി മറിയയ്ക്ക് കുരിശിന്റെ ചുവട്ടിൽ നിൽക്കാൻ ഈ കാര്യത്തിലാണ് കുറവ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം ആ കുറവ് പരിഹരിക്കപ്പെടണം. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടും എല്ലാവരും സാക്ഷ്യം പറഞ്ഞാൽ മതി എന്നാണ് അപ്പോസ്തലപ്രവൃത്തി 8:1 പറഞ്ഞത്. ഇവരൊക്കെ ചോദിച്ചിരുന്ന പറഞ്ഞ ഇപ്പൊ വീട്ടിൽ വരെ പോയാൽ മതി കേട്ടോ, എന്നിട്ട് ഇനി വരണം, ഞാൻ എൻ്റെ അടുത്ത് കാണും, അവിടെ കാണാം, നമുക്കൊന്നിച്ചോ. മക്തല പറയുന്നുണ്ട് പറഞ്ഞു, നീ ഇനിയും പാവം ചെയ്യാതിരിക്കാൻ എന്നോട് വരികയാണെങ്കിൽ പോരെ, നോക്ക്, നിനക്ക് വേറെ വീടും എങ്ങും പോകാനില്ല, കാരണം വീട്ടിൽ കയറ്റുകയില്ല, വീട്ടിൽ കയറ്റി. അതുകൊണ്ട് മക്തല വരെ പോകാൻ കാര്യം എന്നാണെന്നറിയാവോ? നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാഞ്ഞുകൊണ്ട് അവള് അലഞ്ഞൊലഞ്ഞ് വളരെ ദൂരെയുള്ള സ്ഥലത്ത് പോയി വ്യഭിചാരക്കട നടത്തി അങ്ങനെ ഇട്ടിരിക്കുക. വീട്ടുകാർക്കെല്ലാം മാനക്കാടാണ് ഇവളെ കൊണ്ട്. അപ്പൊ ഈ പറഞ്ഞതിന് അർത്ഥം, അതുകൊണ്ട് യേശു നമുക്കൊരു ജീവിതം തന്നാൽ അത് യേശുവിൻ്റെ കൂടെ തന്നെ ചെലവഴിക്കാനും യേശുവിൻ്റെ കൂടെ തന്നെ ഇരിക്കുവാനും യേശു പറയുന്നിടത്ത് മാത്രം പോകാനും പറഞ്ഞാൽ ഉടനെ എപ്പോഴാ മടങ്ങി വരേണ്ടതെന്ന് ചോദിച്ച് മടങ്ങി ചെല്ലാനുള്ള ആ സ്വഭാവത്തിൽ മാത്രമേ നമുക്ക് പെന്തക്കോസ്തായുടെ അനുഭവം ഉണ്ടാകുകയുള്ളൂ. ഇന്ന് 49ാമത്തെ കുർബാന ദിവസം ഈ കാര്യമാണ് പറയാനുള്ളത്. അന്ന് കാത്തിരുന്ന 120 പേരുടെ മനോഭാവം നമുക്ക് വേണം. അവർക്ക് ഒരുമനം ഉണ്ടായിരുന്നു. ആ ഒരുമനത്തോടെ അവർ 120 പേര് ഒന്നിച്ചിരുന്ന് അവരുടെ അനുഭവങ്ങളെല്ലാം പങ്കിട്ട് അവിടെ എല്ലാം വിടവുകളും തീർത്ത് അവര് പുതിയ തുരുത്തിയായി മാറിയതുകൊണ്ടാണ് അവർക്ക് അറിയാൻ സാധിക്കും. അപ്പൊ ഈ 49ാമത്തെ കുർബാനയുടെ ദിവസത്തിൽ ഈ കുറവുകൾ പരിഹരിക്കുക. കർത്താവിന്റെ കൂടെ നമ്മൾ എന്നും ഇരുന്നിട്ടില്ല, എപ്പോഴും ഇരുന്നിട്ടില്ല, പറഞ്ഞിടത്തെല്ലാം പോയിട്ടില്ല, പോയിട്ട് തിരിച്ച് കൃത്യസമയത്ത് വന്നിട്ടില്ല, തിരിച്ചു വന്ന എല്ലാ കാര്യം പറഞ്ഞിട്ടുമില്ല. അയാൾ പ്രവാചകനല്ലേ, അയാൾക്കറിയാം. പക്ഷെ പറഞ്ഞാൽ മാത്രം കിട്ടുന്ന വചനങ്ങളുണ്ട്. ഈ ശിഷ്യന്മാർ തിരികെ വന്നെല്ലാം വിവരിച്ച് പറഞ്ഞപ്പോൾ കൊടുത്ത വചനങ്ങളുണ്ട്. അത് യോഹന്നാന് മാത്രമേ കിട്ടിയുള്ളൂ. എല്ലാവരും എല്ലാം ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. യോഹന്നാൻ എല്ലാ സംശയങ്ങളും തീർത്ത് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാന് വെളിപ്പാട് ദിവസവും യോഹന്നാന്റെ സുവിശേഷവും ലേഖനങ്ങളൊക്കെ എഴുതാൻ സാധിച്ചത്. ആ യോഹന്നാന് മാത്രം കിട്ടിയ ചില ക്ലാസ്സുകളുണ്ട്. അതുകൊണ്ട് ദൈവത്തിനെല്ലാം അറിയാമെങ്കിലും സ്തോത്രത്തോടെ എല്ലാം അറിയിക്കണമെന്നൊരു വചനമുണ്ട്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം. സകല ബുദ്ധിയെയും കവിഞ്ഞ സമാധാനം വേണമെങ്കിൽ സകല അനുഭവങ്ങളും സ്തോത്രത്തോടെ കർത്താവിന് പങ്കിടണം. അപ്പോൾ മാത്രം പറയാൻ ചില വചനം, ആ വചനം നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മളുടെ ആത്മീയ ജീവിതത്തിലും നമ്മുടെ അച്ഛനോടും നമ്മുടെ ആത്മീയ ഗുരുവിനോടും നമ്മുടെ മേലധികാരിയോടും പല കാര്യങ്ങളും പറയാറില്ല. അയാൾക്ക് പ്രാർത്ഥിച്ച് കണ്ടുപിടിച്ചോ, എന്താ അയാളെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോട്ടെ, എല്ലാം ഞാനും പറയുന്നില്ല എന്ന് പറയുന്നുണ്ട്. കുഴപ്പമെന്നാ? കിട്ടേണ്ട വചനങ്ങളെല്ലാം കിട്ടുകയില്ല, വളരാനൊക്കെയില്ല. ഈ കൂട്ടായ്മ, ഈ വർത്തമാനം എന്ന് പറയുന്ന കൂട്ടായ്മയ്ക്കും കൂടെയാണ്. അപ്പൊ ചിലത് മറച്ചു വെച്ചോന്ന് അതിന്റെ അർത്ഥം. ചിലത് മറച്ചു വെച്ചെങ്കിൽ വളർച്ച അത്രയേ ഉള്ളൂ, നിറവ് അത്രയേ ഉള്ളൂ. ഈ പ്രശ്നം പരിഹരിച്ചാൽ നാളത്തെ കുർബാന നമ്മുടെ പെന്തക്കോസ്ത് ആയിരിക്കും. അത് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ യാത്ര പറയാൻ ഒരിക്കൽ കൂടെ പാപജന പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. നിത്യകുർബാനയുടെ 49ാമത്തെ വിശുദ്ധ കുർബാനയും സമാഹരിക്കുവാനിടയാക്കിയ കർത്താവിനോട് നന്ദി പറയാം. നാളത്തെ 50ാമത്തെ വിശുദ്ധ കുർബാന നമ്മുടെ പെന്തക്കോസ്ത് പെരുന്നാളാകണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന കാര്യം നമ്മൾ ഇന്ന് പഠിക്കുകയായിരുന്നു. കർത്താവിൻ്റെ വിളി കേട്ട് കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ വിളിക്കപ്പെട്ട ശിഷ്യന്മാർ കർത്താവിൻ്റെ നിയോഗപ്രകാരം കൂടെ ഇരുന്നതിന് ശേഷം പ്രസംഗിക്കാൻ അയക്കപ്പെട്ടു. ഭൂതങ്ങളെ പുറത്താക്കി. മടങ്ങി വന്നവർ പൂർണ്ണമായി അനുഭവങ്ങൾ പങ്കിട്ട് യേശുവിൻ്റെ വചനങ്ങൾ ഹൃദയത്തിൽ എഴുതുന്ന കാര്യത്തിൽ യോഹന്നാൻ മാത്രമേ വിജയിച്ചുള്ളൂ. അതുകൊണ്ട് യോഹന്നാന് മാത്രം കുരിശിനോട്ട് നിൽക്കാനത്തുള്ളൂ. ബാക്കിയുള്ളവരൊക്കെയും കർത്താവിൻ്റെ വചനത്തെ എല്ലാ വചനങ്ങളെയും പൂർണ്ണമായി അനുസരിച്ചില്ല, ചിലതിനെ തുച്ഛീകരിച്ചു. അതുകൊണ്ട് അവർക്ക് എന്ത് സംഭവിച്ചു? അവരുടെ ഉള്ളിൽ യേശുവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥകൾ പാലിക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് കുരിശിട്ടിട്ട് ഓടിപ്പോകേണ്ടി വന്നു. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കഷ്ടതകൾ ഒഴിവാക്കാനും വന്നത് തീർന്നു കിട്ടാനും പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് കുരിശിട്ടിട്ട് പോകുന്നവരാ. കഷ്ടതയെ സ്വാഗതം ചെയ്യുന്നവരും കഷ്ടതയെ സഹിഷ്ണുതയായി സഹിഷ്ണുത, സിദ്ധത പ്രത്യാശയായി പ്രത്യാശയുടെ ധൈര്യം മുറിവ് പിടിച്ച്
ദൈവത്തിൻ്റെ ഭവനം പണിയുന്നവർക്ക് ആ ഭവനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കുടിയിരിപ്പിൻ്റെ ഭവനമാവുകയുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കുടിയിരിപ്പിൻ്റെ ഭവനം പണിക്കുകയാണ് കർത്താവിനെ അനുഗമിക്കുന്നത്. അനുഗമിക്കുമ്പോൾ കർത്താവിനെ അനുഗമിച്ചിട്ട് വീട് പണിക്ക് ആവശ്യമുള്ള കഷ്ടത കിട്ടാനായിട്ട് ഓരോ സ്ഥലത്തേക്ക് പറഞ്ഞയക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കഷ്ടത, സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ ഇതെല്ലാം 100% ഉണ്ടായിക്കഴിഞ്ഞാൽ വീട് പണി നടക്കുകയുള്ളൂ. 18 തരം കഷ്ടതകൾ കിട്ടിയിട്ടാണ് പൗലോസ്യ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കുടിയിരിപ്പിൻ്റെ ഭവനമായത്. അത് 2 കൊരിന്ത്യർ 6 അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. കഷ്ടം സഹിക്കാൻ മാത്രമല്ല, കർത്താവിൻ്റെ ശിഷ്യനായിരിക്കാൻ വിശ്വസിക്കാനുള്ളവരെ ഒന്നിച്ചേ കൊടുക്കുകയുള്ളൂ. അത് ഫിലിപ്പിയർ 1 അവസാനം എഴുതിയിട്ടുണ്ട്. നമ്മുടെ വിശ്വാസ പ്രമാണം ചൊല്ല് അപൂർണമാണ്. നമുക്ക് വിശ്വസിക്കാനുള്ള വരം അപൂർണമാണ്. അതുകൊണ്ടാണ് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും അല്പവിശ്വാസികളും അന്ധവിശ്വാസികളും മൂഢവിശ്വാസികളും ഒക്കെ ആയി നമുക്ക് ആത്മനിറവ് ലഭിക്കുന്നില്ല. അപ്പോൾ നമ്മൾ വിശ്വസിക്കാനുള്ള വരം തരണമേ എന്ന് പറയുന്നവിടെ കർത്താവ് നിനക്ക് വേണ്ടി കഷ്ടം സഹിക്കാനുള്ള വരം തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. കഷ്ടം വരരുതെന്നും വന്ന് പോയി കിട്ടണമെന്നാണ് പ്രാർത്ഥന. അത് തിരുത്തണം, ഒന്ന് തിരുത്തിക്കാട്ടെ. കർത്താവ് ഞങ്ങൾ ഇത്രയും നാളും സങ്കേതമത്തിലൊന്നും പള്ളിയിൽ പോയതൊക്കെ കഷ്ടതയെല്ലാം പോയി കിട്ടാനും വരാതിരിക്കാനും സുഖം മാത്രം കിട്ടാനും അതൊന്നും തിരുത്തിക്കാട്ടെ. ഞങ്ങൾക്ക് സുഖം മാത്രം പോരാ, കഷ്ടതയും വേണം. അതെ, വീട് പണിക്ക് പറ്റിയ കഷ്ടത വേണം, വേണ്ട കഷ്ടത വേണ്ട. വേണ്ടാത്ത കഷ്ടതയുണ്ട്, വേണ്ടിയ കഷ്ടതയുണ്ട്. അത് റോമാലേഖനം 2 അധ്യായത്തിൽ എഴുതിയിട്ട് വേണ്ടിയ കഷ്ടതയും വേണ്ടാത്ത കഷ്ടതയും. തിന്മ ചെയ്താൽ വരുന്നൊരു കഷ്ടതയുണ്ട്, അത് വേണ്ടാത്ത കഷ്ടതയാണ്. പക്ഷെ നന്മ ചെയ്താൽ വരുന്നൊരു കഷ്ടതയുണ്ട്, അത് വേണ്ടിയ കഷ്ടതയാണ്. കർത്താവിന് വിശുദ്ധന്മാർക്കുണ്ടായ കഷ്ടതകളെല്ലാം വേണ്ടിയ കഷ്ടതയാണ്. അതെന്തിനാ? കഷ്ടത, സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ, ഭവനം പണിക്ക് ആവശ്യമുള്ള കഷ്ടതയാണ്. ഇതിനെ ഏനം തിരിച്ച് കാണണം. അതിനാണ് നമ്മൾ എല്ലാ പ്രഭാവം വേണ്ട കഷ്ടതയിൽ തന്നെ രക്ഷിക്കണമെന്ന് പാടുന്നുണ്ട്. ഒരു പറഞ്ഞാൽ ഈശോ ചൊല്ലുന്ന കൊണ്ട് നമുക്ക് ആ ഒരു അടിമനസ് വരെയും ആ ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ജീവിതം കഷ്ടത ഇല്ലാത്തതാക്കാനല്ല, കർത്താവിന് കിട്ടിയ കഷ്ടതയുടെ പങ്ക് വഹിക്കുവാനും കർത്താവിൻ്റെ ഉയർപ്പിൻ്റെയും സ്വകാരണത്തിൻ്റെയും പങ്ക് വഹിച്ചിട്ട് കർത്താവിൻ്റെ ആത്മാവിനിരിക്കാൻ കൊള്ളാവുന്ന വീടായിട്ട് തീരും. വീട് പണി കഴിഞ്ഞേ ആത്മാത്രമുള്ളൂ. ഇപ്പോൾ 3.5 കൊല്ലം ശിഷ്യന്മാരുടെ ഉള്ളിൽ കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ വീട് പണിയായിരുന്നു. ആ വീട് പണിക്ക് ആദ്യം വിജയിച്ച ആൾ യോഹന്നാനാണ്. കാരണം എന്നാ? യോഹന്നാൻ എല്ലാ കാര്യവും എല്ലാ ദിവസവും കർത്താവിനോട് ചോദിക്കുകയും പറയുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് യോഹന്നാനെ കുരിശിന് ചുവട് നിന്ന് മാതാവിനെ കിട്ടാനും യോഹന്നാനെ കിട്ടാനും ഒക്കെ ഇടയാകും. നമുക്ക് വല്ലതും കിട്ടണമെങ്കിൽ കുരിശിന് ചുവട് വരെ ചെല്ലും. അതുവരെയുള്ളത് താൽക്കാലികമാണ്. മനസ്സിലായോ? കിട്ടിയിരിക്കുന്നതൊക്കെ ടെമ്പററിയാണ്, താൽക്കാലികമാണ്. കുരിശിന് ചുവട് ചെന്നാലേ പെർമനൻ്റായിട്ട് വല്ലതും കിട്ടുള്ളൂ. മാതാവിന് പോലും 33 കൊല്ലക്കാലം മോനെ വളർത്തിക്കൊണ്ട് പോയെങ്കിലും കൂടെ നിൽക്കാൻ പറ്റിയൊരു മോനെ എപ്പോഴാണ് കിട്ടിയത്? കുരിശിൻ്റെ ചുവട് വെച്ചാൽ കിട്ടുന്നത്. അങ്ങനെ ആദ്യം കിട്ടുന്നതൊക്കെ വല്ലതും കൊടുക്കാനാണോ? ആദ്യം കിട്ടുന്നതൊക്കെ എല്ലാവർക്കും കൊടുത്തു തീർക്കാനാണ്. നമുക്കുള്ള അവസാനേ വരുള്ളൂ, അതറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം ഉണ്ടാകുന്ന പിള്ളേരും നമ്മുടേതല്ല ആയിരിക്കില്ല. അത് മടത്തിപ്പോകാനുള്ളതോ ആസ്വദിപ്പാനുള്ളതോ അമേരിക്കയ്ക്ക് പോകാനുള്ളതോ ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ 5-ാമത്തേതോ 10-ാമത്തേതോ ആയിരിക്കും നമ്മുടേത്. അതേ നമുക്ക് വെള്ളം തരുള്ളൂ. നമ്മളത് 2ആയപ്പോഴേ അങ്ങ് നിർത്തി. നീ അവിടെ കിടന്ന് കളിച്ചു. 2ആയപ്പോഴേ നിർത്താൻ നിന്നോട് ആര് പറഞ്ഞു? അതുകൊണ്ട് ഇങ്ങനെ കർത്താവ് 10 എണ്ണത്തിനെ തരാൻ പറ്റുന്നത് 10-ാമത്തേതിനെ മാത്രമേ നമുക്ക് പ്രയോജനപ്പെട്ടു, ബാക്കിയെല്ലാം ഓരോ കാര്യത്തിന്. അപ്പോൾ അതുകൊണ്ട് അതിനെ ക്ഷമ ചോദിക്കുക. ക്ഷമ ചോദിച്ചാൽ ഇനിയെങ്കിലും പിള്ളേരെ ദത്തെങ്കിലും എടുത്തോളാന്ന് പറയും. കർത്താവ് ഞങ്ങൾക്ക് 5 മക്കളെ തരാൻ പറ്റിയിരുന്നു, ഞങ്ങൾക്ക് 2ആയപ്പോൾ ഞങ്ങൾ നിർത്തി, അല്ലെ 1ആയപ്പോൾ അങ്ങ് നിർത്തി, ബാക്കി ഇനിയും ദത്തെടുത്ത് വളർത്താമെന്ന് പറയണം. അതായിരിക്കും ചിലപ്പോൾ നമ്മളെ അനാഥ മന്ദിരങ്ങളിൽ പിള്ളേർ കിടപ്പുണ്ട്, പോയി ദത്തെടുത്ത്. അപ്പം അങ്ങനെ കർത്താവിൻ്റെ കൽപ്പന പ്രകാരം നമ്മൾ എത്ര പിള്ളേരെ വളർത്തണം എന്ന് അറിഞ്ഞ് ആ വാക്ക് അതിനവിടെ അനാഥ മന്ദിരങ്ങൾ വെച്ചിരിക്കുന്നു. 3 അനാഥ മന്ദിരമുണ്ട്. ഇവിടുന്ന് എല്ലാ ദിവസത്തെയും കുർബാന കഴിഞ്ഞ് അവരും അനാഥ മന്ദിരത്തിലേക്ക് ആഹാരം കൊണ്ടുപോവുക. അപ്പോൾ അത് നിങ്ങളുടെ മക്കളായിക്കോട്ടില്ലേ, ഇരുന്നോട്ടില്ലേ? അപ്പോൾ പിടിച്ച് തീർത്ത് അവർ ആയിരിക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നമ്മളെ അനുഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കുടിശ്ശിക തീർത്ത് മക്കളും കൊച്ചുമക്കളുമായി വേല തയ്ക്കാൻ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നു. ഒത്തിരി പെൺമക്കളെ ആൺമക്കളെയും തരാവുന്നൊരു വാഗ്ദത്തമുണ്ട്. സക്കറിയ 8-ാം അധ്യായം കഴിഞ്ഞ പ്രാവശ്യം കണ്ട് വായിച്ചതാണ്. അവസാനത്തെ വാക്യം അതാ 8-ാം അധ്യായത്തിൻ്റെ. ഒത്തിരി ആൺമക്കളെയും പെൺമക്കളെയും കൊണ്ട് നമ്മുടെ നഗരം നിറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ദൈവം തരാൻ വച്ചിരിക്കുന്ന ആൺമക്കളെയും പെൺമക്കളെയും എല്ലാം വളർത്തിവിട്ട് ആത്മാവിൽ നിറഞ്ഞ് എല്ലാവരും കൂടെ കൂടി കർത്താവിൻ്റെ കല്യാണം നടത്തുന്നുള്ള കാര്യത്തിൽ 8-ാം വാക്യം സക്കറിയ 8-ന്റെ എത്രാമത്തെ വാക്യത്തിലാണ് ധാരാളം മക്കളെ കിട്ടുമെന്നുള്ള കാര്യം മതി. അവസാനത്തെ വാക്യം എന്നാ പറയുന്നത്? ജനതകളുടെ സകല ഭാഷകളിൽ 10 പുരുഷന്മാർ ഒരു
ദൂതന്റെ വസ്ത്രാഗ്രം പിടിച്ചു. ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നതിനാൽ ഞങ്ങൾ നിങ്ങളോടുകൂടെ പോരുന്നു എന്ന് പറഞ്ഞു. ആ അധ്യായത്തിൽ തന്നെ ഒരു പ്രവചനമാണ്, അനേക ആൺമക്കളെയും പെൺമക്കളെയും തരുമെന്ന്. അത് മുഴുവൻ വായിച്ച് നോക്കിയാൽ പറയാം. അപ്പോൾ അങ്ങനെ ഈ ധാരാളം മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ടായി നമ്മുടെ കൂടെ ദൈവം ഉണ്ടെന്ന് ശത്രുക്കൾ എന്ന് പറഞ്ഞിട്ട് അവർ നമ്മുടെ കൂടെ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കൂടെ ദൈവം ഉണ്ടെന്ന് ശത്രുക്കൾ കൂടെ മനസ്സിലായെങ്കിലേ അവർ നമ്മുടെ കൂടെ വരുള്ളൂ എന്നുള്ള ഹോംവർക്ക് തരിക. സക്കറിയാറിന് മുഴുവൻ വായിച്ച് നമുക്ക് കണ്ടുപിടിച്ചോ. ആൺമക്കളെയും പെൺമക്കളെയും കൊണ്ട് നിറയ്ക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും കൂടെ കണ്ടു കഴിഞ്ഞാണ് നമുക്ക് ദൈവവേല പൂർത്തീകരിക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ നാളത്തെ പെന്തിക്കോസ് കഴിഞ്ഞാൽ പുതിയ മക്കളെ കർത്താവ് പത്രോസിന് എത്ര എണ്ണത്തിന് ഒറ്റ പ്രസംഗത്തിന് കിട്ടിയത്? 3000 എണ്ണത്തിനെ കിട്ടി. അപ്പോൾ ശരിക്കും ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ പത്രോസിൻ്റെ ദൈവം വലിയ ദൈവമാണെന്ന് വന്ന നാനാജാതി മതസ്ഥർക്കും ഒരു പരിചയമുള്ളവരല്ല. അപ്പോൾ ഭാഷ പോലും വേറെയാണ്. പക്ഷേ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ വചനം ഞങ്ങളുടെ രക്ഷയ്ക്ക് ആവശ്യമുള്ള, ഞങ്ങൾ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം എന്നവർക്ക് ജിജ്ഞാസയുണ്ടായി. നമ്മളോട് ആരെങ്കിലും രക്ഷപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടോ? നമ്മളടുത്ത് നാളായി പള്ളിയിൽ പോകും വരും പോകും തുടങ്ങിയിട്ട്. അങ്ങനെ ആത്മാവിൽ നിറഞ്ഞാൽ നമ്മളെ കാണുന്നവർക്ക് തോന്നുന്നു രക്ഷയുടെ വചനം അവരുടെ ഉണ്ട്. ഞങ്ങൾക്കുള്ള വചനം എന്താ? അവരത് കേൾക്കും, വിശ്വസിക്കും, മാനസാന്തരപ്പെടും. അവരെല്ലാം അവരെ കൊണ്ട് പള്ളി നിറയുമെന്നാണ്. അപ്പോൾ നമ്മുടെ പള്ളി ഇനിയും നിറയാനുണ്ട്, വീട് നിറയാനുണ്ട്, പള്ളി നിറയാനുണ്ട്. അതിനാണ് നാളത്തെ പെന്തിക്കോസ്തിയുടെ അനുഭവം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നത്. ശിഷ്യന്മാർക്ക് എല്ലാവർക്കും പെന്തിക്കോസ്തിക്ക് യൂദാസ്കറിയാത്തായിക്ക് പറ്റിയില്ല. യൂദാസ്കറിയാത്തയുടെ ഹൃദയത്തിൽ പണമായിരുന്നു ഒന്നാമത്തെ ദൈവം. അതുകൊണ്ട് അവൻ പോയി ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ശിഷ്യന്മാരുടെ ഉള്ളിലെ വീട് പണി വളരെ വൈകിയാണ് പൂർത്തീകരിക്കാനൊത്തത്. കർത്താവിന് 3.5 കൊല്ലം ഭൂമിയിലായിരുന്നപ്പോൾ പൂർത്തീകരിക്കാനത്തിൽ അവരെല്ലാം ഓടിപ്പോയി. ഉയർത്തെഴുന്നതിന് ശേഷം ഓരോരുത്തരെ പോയി കണ്ട് ആ അവസാന മിനിറ്റിലാണ് വേല കഴിച്ചത്. നമ്മൾ ഏതെങ്കിലും വീട് പണി കോൺട്രാക്ടർമാരെ ഏൽപ്പിച്ചാൽ അവർക്ക് പല വീടുകൾ കോൺട്രാക്ട് കാണും. എല്ലായിടത്തും കുറേശ്ശെ ചെയ്യും. നമ്മൾ പറഞ്ഞ ഡേറ്റിലൊന്നും പണി തീരുകയില്ല. നമ്മൾ ഉദാശയ്ക്ക് ഒരു ദിവസം നിശ്ചയിച്ചും പോയെന്നിരിക്കട്ടെ, അപ്പോൾ എന്നാ ചെയ്യും? അവർ ഓടി പിടിപിടുത്ത തലേദിവസം രാത്രിയിലായിരിക്കും വന്ന് പണി തീർക്കുന്നത്. എന്താ അതുവരെ അവർ വേറെ ഓരോരുത്തരിങ്ങനെ കിട്ടുന്നിടത്തും എല്ലാം പണി തുടങ്ങി നടക്കും. അതുപോലെ ഒരു പണിയാണ് കർത്താവ് ചെയ്തത്. ഈ 10 ദിവസത്തെ കാത്തിരിപ്പിന്റെ വേളയിലാണ് ഇവിടെ പണി പൂർത്തീകരിച്ചു കൊടുത്തത്. അപ്പോൾ ആ 10 ദിവസത്തെ കാത്തിരിപ്പിന്റെ വേളയിൽ ഇവരുടെ എല്ലാവരുടെയും അനുഭവ സാക്ഷ്യങ്ങൾ കേട്ട് ഇവരെല്ലാം പഠിച്ച വചനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ട് അവർ ശരിക്ക് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് ഭവനം പണി പൂർത്തിയായത്. ഭവനം പണി പൂർത്തിയായപ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് ഭവനത്തിൽ, അപ്പം നമുക്ക് പെന്തിക്കോസ്തി ഉണ്ടാകാത്തതിന് കാര്യം ഭവനം പണി ഇതുവരെയും പൂർത്തിയായിട്ടില്ല. കുടിയിരിപ്പിന്റെ ഭവനമായിട്ടില്ല. 18 കഷ്ടം നമുക്ക് വേണ്ട, അത് പോകാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അത് 2 വരുന്ന 6 വായിച്ച് 18 തരം കഷ്ടതകൾ ശരിക്കും സഹിക്കാമെങ്കിൽ നമുക്ക് കിട്ടുന്ന ആത്മവരങ്ങൾ, ഫലങ്ങൾ മുതലായവ അതിനകത്തുണ്ട്. കഷ്ടസിദ്ധികൾ എന്തെല്ലാമാണെന്നുള്ളത് അതെല്ലാം വാങ്ങിച്ച് അത് കഴിഞ്ഞാൽ കർത്താവിൻ്റെ കല്യാണത്തിനുമായുള്ള കാര്യം 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലുണ്ട്. 2 വരുന്ന 6-ന്റെ അവസാനത്തിലാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ച്, ചേർക്കേണ്ടത് ചേർത്ത്, സ്വീകരിക്കേണ്ടത് സ്വീകരിച്ചാൽ പള്ളി പണി പൂർത്തിയാകും. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളായി തീരുമെന്നാണ് പറഞ്ഞിരിക്കും. ദൈവത്തിൻ്റെ മക്കളാണെന്ന് ശത്രുക്കളും കൂടെ കാണും. അതിന്റെ പശ്ചാത്തലത്തിലാണ് 7-ാം അധ്യായം തുടങ്ങുന്നത്. 2 ആകയാൽ എങ്ങനെയാണ്? പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല അശുദ്ധിയിൽ നിന്നും നമ്മെ തന്നെ നിർമ്മലരാക്കി ദൈവത്തിൽ വിശുദ്ധി കൊണ്ട് വിശുദ്ധിയെ തികച്ച നാം ഒരുങ്ങി നിൽക്കുക എന്ന് പാട്ടുകാരൻ പറഞ്ഞ കാര്യമാണ്. അപ്പൊ വിശുദ്ധിയെ തികയ്ക്കുന്നതിന് മുമ്പ് വീട് കുദാശ ചെയ്യണം. കുദാശ ചെയ്ത് ആത്മാവിൽ വസിക്കാൻ പറ്റിയ ഭവനമാകണം. പിന്നെ എല്ലാ ദിവസവും അശുദ്ധി വന്നുകൊണ്ടിരിക്കും, അത് അന്നന്ന് കഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ വീട് പണിയാന്ന് പറയുന്നത് വലിയ ചിലവുള്ളതാണ്. വീട് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് അതിനേക്കാൾ ചിലവുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും മെയിൻ്റെനൻസ് നടത്തണം. ഇതെല്ലാം കഴിഞ്ഞാലേ കർത്താവ് വരുമ്പം പറന്നു പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ചുരുക്കം, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ശിഷ്യന്മാരെ ഈരണ്ടായിട്ട് പറഞ്ഞു വിടുന്ന സമയം അവർക്ക് ചില വ്യവസ്ഥകൾ കൊടുത്തിരുന്നു. ആ വ്യവസ്ഥ അവർക്ക് 12 പേർക്കും പൂർണ്ണമായും ആചരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് കുരിശിന് ചുവട്ട് നിൽക്കാൻ കഴിയാതെ പോയത്. അവർക്ക് അതിൻ്റെ അർത്ഥവും മനസ്സിലായില്ല, അതിൻ്റെ ആവശ്യവും മനസ്സിലായില്ല. അത് കഴിച്ച് ചോദിക്കേണ്ടതായിരുന്നു. കർത്താവ് ചില സൂചനകളൊക്കെ നൽകുള്ളൂ. ആവശ്യക്കാർ ചോദിച്ചാലേ പിന്നെ ബാക്കി പറയുകയുള്ളൂ. ഈ 12 പേരെ യേശു അയക്കുമ്പോൾ പറഞ്ഞ കാര്യം 5-ാം വാക്യം, മത്തായി 10-ന്റെ 12 പേരെ അയക്കുമ്പോൾ പറഞ്ഞ ആജ്ഞാപിച്ചെന്താ? ജാതികളുടെ അടുക്കൽ പോകണ്ട, ശമരിയ പട്ടണത്തിൽ കടക്കുകയും വരുത്.
പിന്നെ എവിടെയാ പോകേണ്ടത്? ഇസ്രായേൽ ഗൃഹത്തിലേക്ക് കാണാതെ പോയാൽ അത് സ്വന്തം വീടാണ്. യഹൂദന്മാരവരുടെ സ്വന്തം വീട്ടിലെ നഷ്ടപ്പെട്ടവരെയാണ് ആദ്യം വീണ്ടെടുക്കുന്നത്. അതുകൊണ്ട് ഒരാൾ വിശ്വസിച്ചാൽ അവരുടെ വീടിനെ രക്ഷിക്കുന്ന കർത്താവിൻ്റെ പദ്ധതി. അപ്പോൾ ഇസ്രായേൽക്കാരിൽ കാണാതെ പോരെ തപ്പിപ്പിടിക്കുന്ന പണിയാണ് ആദ്യം ശിഷ്യന്മാർക്ക് കൊടുത്തത്. അത് ചെലവ് കുറഞ്ഞതും അപകടം കുറഞ്ഞതുമാണ്. ബാക്കിയൊക്കെ ഒത്തിരി അപകടമുള്ളതാണ്. അതോ നല്ല ശക്തി ഉണ്ടെങ്കിൽ ആത്മനിറം ഉണ്ടല്ലേ ബാക്കി കാര്യം. ഏതൊക്കെയാ? ജാതികളുടെ ഇടയിൽ പോകണമെങ്കിൽ, ശമര്യ പട്ടണത്തിൽ പോകണമെങ്കിൽ ഇവരുടെ ഇപ്പോഴത്തെ പരിപാടി കൊണ്ട് പറ്റുകയില്ല, ഇവരുടെ ഇപ്പോഴത്തെ ശക്തി കൊണ്ടൊന്നും പറ്റുകയില്ല. അവരെ പെന്തിക്കോസ്തിക്ക് ശേഷമേ ജാതികളുടെ ഇടയിലും ശമര്യ പട്ടണത്തിലും പോകാൻ ഒക്കുള്ളൂ. അതുകൊണ്ട് അവിടെ ഇപ്പം പോകണ്ട എന്ന് പറഞ്ഞു. അവരെ ശമര്യ പട്ടണത്തിൽ പോയിരുന്നുള്ള കുഴപ്പം എന്നാണെന്നറിയാമോ? ശമര്യാസ്ത്രീ അവിടെ ഉണ്ട്. ശമര്യാസ്ത്രീ അവരെ തട്ടിക്കൊണ്ട് പോകും, പിന്നെ തിരിച്ചു വരികയില്ല. അപ്പോൾ ഈ 12 ശിഷ്യന്മാർ സുവിശേഷത്തിന് പോകാൻ അവൾ അത്രയ്ക്ക് മിടുക്കുക വശീകരിക്കാൻ ആളുടെ. അപ്പോൾ ആ ശമര്യാസ്ത്രീ ഇവരെ തട്ടിയെടുത്തതിന് കർത്താവ് 2 ശിഷ്യന്മാരങ്ങ് പോയി കിട്ടിയാലേ. അതുകൊണ്ടാണ് ഇപ്പം അങ്ങോട്ട്. അപ്പോൾ ശമര്യ പട്ടണത്തിൽ മാത്രമല്ല, ഒരു ജാതികളുടെ ഇടയിൽ ഇപ്പോൾ പോകണം. ജാതികളുടെ ഇടയിൽ ഒത്തിരി ഭൂതങ്ങളുണ്ട്. ആ ഭൂതങ്ങളൊക്കെ ജയിക്കാനുള്ള കഴിവർക്കായിട്ടില്ല. ഇപ്പം അങ്ങോട്ട് പോകണ്ട. അത് ഞാൻ എൻ്റെ സമയാകുമ്പം പറയാം. അതുകൊണ്ട് കർത്താവ് ശമര്യാസ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടി ഇവരെ ഒഴിവാക്കുകയായിരുന്നു. പോകരുതെന്നും പറഞ്ഞു. ശമര്യ പട്ടണത്തിൽ പോയപ്പോൾ അവർ വേറെ പണി കൊടുത്തു വിട്ടു. എന്നായിരുന്നു പണി കൊടുത്തത്? ഉച്ചയ്ക്ക് അവർ നീ ആഹാരം വാങ്ങിച്ചോണ്ടോ? അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ഒറ്റയ്ക്കാണ് കർത്താവ് കാര്യം. അതുകൊണ്ടാണ് പറ്റിയത്. ഇവർ കൂടെ നിന്നിരുന്നേ പറ്റുമോ? അതവർക്കോട്ട് മനസ്സിലാകില്ല. അപ്പം ഇങ്ങനെ എല്ലാ പണിയും എല്ലാവരെയും കൊണ്ടും പറ്റുകയില്ല, എപ്പോഴും സാധിക്കുകയില്ല. എല്ലാത്ത സമയവും കാലവും ഉണ്ട്. അപ്പം അങ്ങനെ മുൻഗണനാക്രമത്തിൽ കാര്യങ്ങൾ ചെയ്താലേ വീടിനെ രക്ഷിക്കാനൊക്കെ ഉള്ളൂ, നാടിനെ രക്ഷിക്കാനൊക്കെ, സഭയെ രക്ഷിക്കാനോ, ലോകത്തെ രക്ഷിക്കാനൊക്കെ. അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം, ലഗ്യോൻ ബാധിച്ച മനുഷ്യൻ 6000 ഭൂതങ്ങൾ പോയി, 2000 പന്നി കയറി അതങ്ങ് പോയി, അവൻ ക്ലീനായി, ശുദ്ധനായി, സുബോധം വന്നു, വസ്ത്രം ധരിച്ചു, ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹിച്ചു. കർത്താവിൻ്റെ കൂടെ ഇരിക്കുക നല്ല കാര്യമാണ്. അത്രയും ഈ ആഗ്രഹവും ഈ നല്ല ചിന്തയും നിലനിർത്തണമെങ്കിൽ കർത്താവിൻ്റെ കൂടെ എന്നും ഇരിക്കണം. കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഉടനെ തിരിച്ചു വരണം. അത് കഴിഞ്ഞ് വേറെ എതിലെങ്കിലും പോയാൽ പിന്നെ അവിടുത്തെ അശുദ്ധി കയറി അങ്ങ് നിറയും. പിന്നെ ഒരിക്കലും പിന്നെ കർത്താവിൻ്റെ അടുത്ത് തന്നെ വരാൻ ഒക്കെ സാധിക്കില്ല. അതുകൊണ്ട് അവന് ഈ പോയ സമയത്ത് ഞാൻ നിൻ്റെ കൂടെ ഇരുന്നോട്ടെ, ഞാൻ ഇവിടെ വന്നോട്ടെ ചോദിച്ചപ്പോൾ വീട്ടിൽ പോയിച്ച് വരാൻ പറയും. പക്ഷെ വീട്ടിൽ പോയിട്ട് പിന്നെ വരാൻ ഒത്തു കാണുകയില്ല. അത് മാത്രമല്ല, വീട്ടിലേക്കുള്ള അനുഗ്രഹം മാത്രമേ അവൻ്റെ കൊടുത്തുള്ളൂ. അത് വേറെ വല്ലവർക്കും കൊടുത്തവന് വീട്ടുകാർക്കും ഇല്ല, ആർക്കും ഇല്ലാതാകും. ആർക്കും തികയാതെ വരും. ബുദ്ധിയുള്ള കന്യമാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇച്ചിരി എണ്ണ തരാമെന്ന് ചോദിച്ചപ്പോഴേ ഞങ്ങൾക്കും നിങ്ങൾക്കും തികയാതെ വരും. ഇപ്പോൾ ഞങ്ങളുടെ വിളക്ക് കത്തിക്കാൻ മാത്രം എണ്ണയെ ഞങ്ങളിൽ ഉള്ളൂ, അത് നിങ്ങൾ പോയി വേറെ വാങ്ങിച്ചോളാം. ദക്കപ്പോലി നാട്ടുകാർക്ക് മുഴുവൻ കിട്ടിയത് അങ്ങ് വീതിച്ച് കുറേശ്ശെ. വീട്ടിൽ ചെന്നോ സംശയമാണ്. വീട്ടിൽ പോയാൽ തന്നെ തികഞ്ഞും കാണുമായിരുന്നു. അത് 2 സംശയമാണ്. വീട്ടിൽ പോയി കാണുമോ, അത് ആദ്യം പോയോ, വീട്ടിലെത്തുന്നതിന് മുമ്പ് ആരോടെല്ലാം എന്തെല്ലാം വർത്തമാനം പറഞ്ഞു കാണുന്നത്, വഴിയിൽ കാണുമ്പോൾ വേറെ ആരോടും മിണ്ടരുതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെ ഒരു പണി ഏൽപ്പിച്ചാൽ അതിനുള്ള അനുഗ്രഹം മാത്രമേ അവിടെ കാണുള്ളൂ. അത് ആർക്കെങ്കിലും വെച്ച് വിളമ്പിക്കൊണ്ട് പോയാൽ ആർക്കും തികയാതെ വരും, ഒന്നും പറ്റുകയില്ല. നമുക്ക് പറ്റിയിരിക്കുന്ന കുഴപ്പം തന്നെ, നമ്മൾ പറഞ്ഞെടുത്ത് പോയി പറഞ്ഞ പണി ചെയ്യാതെ കിട്ടിയത് കൊണ്ട് കാണുന്നവർക്കെല്ലാം കൊടുക്കുക. അതിന് ശേഷം ഒന്നും ആർക്കും തികഞ്ഞു പറ്റുന്നില്ല, ഒന്നും പൂർത്തിയാകാത്ത പണികൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളം കിടപ്പുണ്ട്. അതുകൊണ്ട് ഈ കാര്യം നമ്മളുടെ മനസ്സിൽ നമ്മൾ തിരുത്തേണ്ട കാര്യമാണ്. നമുക്ക് യേശുവിൻ്റെ കൂടെ ഇരുന്ന് യേശു പറഞ്ഞത് മാത്രം ചെയ്താൽ മതി. പറഞ്ഞത് ചെയ്തതിന് ശേഷം തിരികെ റിപ്പോർട്ട് കൊടുക്കാൻ പോയി കഴിഞ്ഞ് അതിന് ശേഷം അടുത്ത അപ്പോയിൻമെൻ്റ് ഉള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഡ്രൈവിങ് പഠിക്കുന്നവർക്ക് ടെമ്പററി ആയിട്ടൊരു ലൈസൻസ് കൊടുക്കും. അതിൻ്റെ കാലാവധിയുണ്ട്. ഇത്രയും സമയത്തേക്ക് ഡ്രൈവിങ് പഠിച്ചോണം. ടെസ്റ്റ് പാസ്സായതിനു ശേഷം ശരിയായിട്ടുള്ള ലൈസൻസ്. ഈ ഡ്രൈവിംഗ് ലൈസൻസ്, ഈ ട്രെയിനിങ് പീരീഡിലെ ലൈസൻസ് സൂക്ഷിച്ചു വെച്ച് മറ്റേ ടെസ്റ്റ് പാസ്സാകാതെ വണ്ടി ഓടിച്ചോണ്ട് വന്നാൽ അങ്ങനെ ഇരിക്കും. കേസാ, ജയിലിൽ പോകേണ്ടി വരും, ഫൈൻ അടയ്ക്കേണ്ടി വരും. നമുക്കിങ്ങനെ ട്രെയിനിങ്ങിൻ്റെ ലൈസൻസേ ഉള്ളെന്ന് നമ്മളത് വെച്ചുകൊണ്ട് ഭയങ്കര പണിയാണ്. അത് തന്നെ കേസാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ പ്രാവശ്യത്തേക്ക് ടെമ്പററി ലൈസൻസ് തന്നു വിടുകയുള്ളൂ. തിരിച്ചു പോയി പുതുക്കി ഇടണം. അതിന് ശേഷം പെന്തിക്കോസ്ത് കഴിഞ്ഞാൽ മാത്രമേ ഓൾ ഇന്ത്യ ലൈസൻസ്, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോകാം. നമ്മളിതൊന്നും മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഒത്തിരി കേസ് നമ്മുടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ലഗ്യോൻ ബാധിച്ച മനുഷ്യന് അബദ്ധം പറ്റി. വീട്ടുകാർക്ക് മാത്രമുള്ള അനുഗ്രഹം കൊടുത്തിട്ട് തിരികെ അങ്ങ് ചെല്ലണമായിരുന്നു. പോയ വഴിക്ക് ആരാണ്ടൊക്കെ ചോദിച്ചോളൂ,
നീ പണ്ട് കൃത്യനായിട്ട് നടന്നല്ലേ, നീ ഇപ്പം നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ടുള്ള. അവൻ അവിടെ അങ്ങ് തുടങ്ങിയ സാക്ഷ്യം. വേണം അവൻ മിണ്ടണ്ട, കൈ കണ്ട് വാഴിക്കേണ്ടതായിരിക്കും. പിന്നെ പറയാം അവന് കിട്ടിയ അനുഗ്രഹങ്ങൾ വീട്ടിൽ പോയി വീട്ടുകാരെ നേടണമായിരുന്നു. അവന് വീട്ടുകാരെ നേടാനത്തില്ല, നാട്ടുകാരെ നേടാനത്തില്ല, അറ്റം മുറിയൊക്കെ പറഞ്ഞേച്ച് പോകുന്നു. അപൂർണതയുള്ള വേല. പൂർണ്ണതയുള്ള വേല പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടേ പറ്റുള്ളൂ. അതുവരെ ട്രെയിനിങ്ങിനുള്ളതാണ് എന്നുള്ള കാര്യം. അപ്പോൾ ആ കാര്യം നമ്മളെ ഇന്ന് പഠിപ്പിച്ചിരിക്കുകയാണ്. നാളത്തെ കുർബാനയിൽ പെന്തക്കോസ്തിയുടെ അനുഭവം വേണമെങ്കിൽ കർത്താവിൻ്റെ കൂടെ എത്ര ശതമാനം ഞാൻ ഇരുന്നു, 100% ഇരുന്നില്ല, ഇന്നിനെ ശേഷിക്കുന്ന സമയം പോയി അങ്ങ് ഇരുന്ന് കൊടുക്കുക. കർത്താവെ, നിന്നോട് ചോദിക്കാതെ ഞാൻ പലയിടത്ത് പലതും ചെയ്തു, പോയതിൻ്റെ റിപ്പോർട്ട് തരാതെ ഞങ്ങൾ അടുത്ത പരിപാടിക്ക് പോയി. ഇങ്ങനെ അതിനെല്ലാം ക്ഷമ ചോദിച്ചിട്ട് കർത്താവ് പറയുമ്പം മതി, പറയുന്നിടത്തോളം മതി, അന്നേരം മാത്രം മതി. എനിക്ക് നീയാണ് വേണ്ടത്. വേലയേക്കാൾ അധികം വേല ചെയ്യിപ്പിക്കുന്നവനാണ് പ്രാധാന്യം. നീയാണ് തന്നതിനേക്കാൾ തന്നവൻ വലിയത്. ഈ കാര്യം തെളിയിച്ചാലേ നമുക്ക് അവൻ്റെ കൂടെ എന്നും ഇരിക്കാനെ കൂടുന്ന കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഞാനിവിടെ സമാഹരിക്കുക, നമുക്ക് പ്രാർത്ഥിക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ 49ാമത്തെ ഈ നിത്യകുർബാനയിൽ ഞങ്ങൾ സ്വയപരിശോധന നടത്തിയിരിക്കുന്നു. ഞങ്ങൾ ശിഷ്യരായി ശിഷ്യത്വത്തിൻ്റെ പരിശീലനത്തിൻ്റെ വേളയിൽ നീ ഞങ്ങളുടെ ബോധങ്ങളെ മാറ്റി ഞങ്ങളുടെ രോഗസൗഖ്യവും തന്ന് ഞങ്ങളോട് ഞങ്ങളുടെ വീട്ടിൽ സാക്ഷ്യം പറയാൻ പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിലെ സാക്ഷി ഇതുവരെയും വിജയിച്ചിട്ടില്ല. ഭർത്താവിന് ഭാര്യയോ ഭാര്യയ്ക്ക് ഭർത്താവിനെ നേടാനൊത്തിട്ടില്ല. അപ്പന് മകനെയോ അപ്പന് മക്കളെയോ നേടാൻ കഴിഞ്ഞിട്ടില്ല. മക്കൾക്ക് അപ്പനെയും അമ്മയും നേടാൻ എല്ലാവരും ഓരോ തട്ടം നിൽക്കുന്നു. അതിന് ഉത്തരവാദി ഞങ്ങൾ തന്നെയാണ്. കർത്താവെ, ഞങ്ങൾ മുൻഗണനാക്രമത്തിൽ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നതിനും കർത്താവിൻ്റെ അടുത്ത് വരുന്നതിനും കർത്താവിനെ അനുഗമിക്കുന്നതിനും 1ാം സ്ഥാനം കൊടുത്ത് കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ തരുന്ന സന്ദേശങ്ങൾ ഏറ്റുവാങ്ങി അത് നടപ്പിലാക്കിയിട്ട് ഉടനെ മടങ്ങി വന്ന് കർത്താവിൻ്റെ കൂടെ റിപ്പോർട്ട് കൊടുത്ത് അങ്ങനെ തലയായ ക്രിസ്തുവിനോളം വളർന്ന് ആത്മാവിൽ നിറഞ്ഞതിന് ശേഷം മാത്രം എല്ലാവരോടും സാക്ഷ്യം പറയുന്ന ആ ക്രമം ഞങ്ങൾക്കില്ലാതെ പോയെങ്കിൽ ഞങ്ങൾ ക്ഷമിക്കണമേ. ഇന്ന് മുതലെങ്കിലും ആ കുറവ് പരിഹരിച്ചിട്ട് നാളത്തെ പെന്തിക്കോസ്തിയുടെ അനുഭവം അത് എല്ലാവരോടും സാക്ഷ്യം പറയുന്ന ലൈസൻസായിട്ട് കിട്ടിയിട്ട് അങ്ങനെ ദൈവവേല ജന്മസ്ഥാനമാണ് ദൈവം ഇന്ത്യയെ മുഴുവൻ നേടണം. ഇന്ത്യയിലെ 75% പേരെ ബുക്ക് ചെയ്തിട്ടിരിക്കുക കർത്താവ്. പക്ഷേ അവരെ നേടാൻ ആത്മാർത്ഥമുള്ളവരില്ലാത്തത് കൊണ്ടാണ് നേടാൻ കഴിയാത്തതെന്നുള്ള കാര്യം ഞങ്ങൾ ഏറ്റുപറയുന്നു. പെന്തിക്കോസ്തി പെരുന്നാൾ ഞങ്ങൾക്ക് ഒത്തിരി കഴിഞ്ഞു. അതൊക്കെയും പഴയ തുരുത്തി പുതിയ വീഞ്ഞ് തകർന്ന് തുരുത്തിയും പൊട്ടി ഞങ്ങൾ ഇങ്ങനെ ഒന്നുമില്ലാതെ നടക്കുകയാണ്. ആ ഗതികേട് മാറി ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിനെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായിട്ട് തന്നെ.